നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ആകാശത്തിന്റെ നീലിമയിൽ നിന്ന് 10,000 അടി ഉയരത്തിൽ നിന്ന് ഒരു വിമാനം തകർന്ന് താഴേക്ക് പതിക്കുമ്പോൾ അതിനുള്ളിലിരിക്കുന്ന ഒരു 17കാരി പെൺകുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന്? ഇത് ജൂലിയൻ കോപ്കെ എന്ന പെൺകുട്ടിയുടെ അവിശ്വസനീയമായ അതിജീവനത്തിന്റെ കഥയാണ്. 1971 ക്രിസ്മസ് രാവിൽ പെറുവിലെ ആമസോൺ മഴക്കാടുകൾക്ക് മുകളിൽ വെച്ച് ഒരു വിമാനം ഇടിമിന്നലേറ്റ് ചിന്നിച്ചിതറി. 92 യാത്രക്കാരിൽ ഒരാളൊഴികെ എല്ലാവരും ആ ദുരന്തത്തിൽപ്പെട്ടു. പക്ഷേ ആ ഒരാൾ, ജൂലിയൻ, വിമാനത്തിന്റെ ഒരു സീറ്റിൽ ബന്ധിതയായി കാടിന്റെ ഹൃദയത്തിലേക്ക് പതിച്ചു. കണ്ണു തുറന്നപ്പോൾ അവൾ കണ്ടത് കൂറ്റൻ മരങ്ങളും വള്ളിപ്പടർപ്പുകളും നിറഞ്ഞ അപരിചിതമായ ലോകമാണ്. ഒറ്റയ്ക്ക് കനത്ത മുറിവുകളുമായി അവൾ ആ കൊടുംവനത്തിൽ 11 ദിവസം കഴിച്ചുകൂട്ടി. വിശപ്പും ദാഹവും വന്യമൃഗങ്ങളും പ്രാണികളും അവൾക്ക് ചുറ്റുമുണ്ടായിരുന്നു. എന്നിട്ടും അവൾ തോൽക്കാൻ തയ്യാറായിരുന്നില്ല. അച്ഛനും അമ്മയും പകർന്നു നൽകിയ കാടിനെക്കുറിച്ചുള്ള അറിവുകൾ മാത്രമായിരുന്നു അവളുടെ ഏക ആശ്രയം. എങ്ങനെയാണ് ജൂലിയൻ ആ 11 ദിനരാത്രങ്ങൾ അതിജീവിച്ചത്? ആമസോൺ കാടിന്റെ വന്യതയിൽ അവൾ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? പ്രതീക്ഷയുടെ അവസാന കണികയും അസ്തമിച്ചെന്ന് കരുതിയ നിമിഷത്തിൽ അവൾക്കു മുന്നിൽ ഒരു രക്ഷാമാർഗം തുറന്നത് എങ്ങനെയാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ കഥ. ജൂലിയൻ കോപ്കെയുടെ ജീവിതം മാറ്റിമറിച്ച, മരണത്തെ മുഖാമുഖം കണ്ട ആ ദിവസങ്ങളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. പിന്നെ എപ്പോഴത്തെയും പോലെ ഇത് കേൾക്കാനായാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്ക്രീനിൽ കാണിക്കുന്ന ചിത്രങ്ങളും വോയിസും തമ്മിൽ ചിലപ്പോൾ ബന്ധമില്ല എന്ന് തോന്നിയേക്കാം. ഈ വീഡിയോ കാണുന്ന കൂടുതൽ പേരും പുതിയ ആളുകളാണ്. അതിനാലാണ് ഇത് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത്. സ്ഥിരമായി കേൾക്കുന്നവർ എന്നോട് ക്ഷമിക്കുമല്ലോ. ഇനി നമുക്ക് വിശദമായി കഥയിലേക്ക് പോകാം. അന്നൊരു ക്രിസ്മസ് തലേന്നായിരുന്നു. 1971 ഡിസംബർ 24. ലിമയിൽ നിന്ന് പുക്കാൽപയിലേക്ക് 1 മണിക്കൂറിൽ താഴെയേ ഉള്ളൂ യാത്ര. ആദ്യത്തെ അരമണിക്കൂർ ഒരു കുഴപ്പവുമില്ലാതെ പോയി. വിമാനത്തിൽ നിറയെ സന്തോഷിക്കുന്ന മനുഷ്യരായിരുന്നു. എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കാൻ വീട്ടിലേക്ക് പറക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ കഴിക്കാൻ ഓരോ സാൻഡ്വിച്ചും കിട്ടി. അതും കഴിച്ച് പാത്രമൊക്കെ എടുത്തു മാറ്റാൻ തുടങ്ങിയപ്പോഴാണ് കഥയാകെ മാറിയത്. വിമാനം പെട്ടെന്നൊരു കൊടുങ്കാറ്റിന്റെ നടുവിലേക്ക് ഇടിച്ചു കയറി. പൈലറ്റ് അത് ഒഴിവാക്കാൻ ശ്രമിച്ചില്ല. പകരം നേരെ അതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി ഇടിച്ചു കയറ്റിയതുപോലെ തോന്നി. പട്ടാപ്പകൽ കരിവാരി തേച്ച പോലെ ഇരുട്ട്. നാലുപാടും ചെവി തുളയ്ക്കുന്ന ശബ്ദത്തോടെ മിന്നൽ വെട്ടി. ഏതോ ഒരു ഭീമൻ കൈ ആ വിമാനത്തെ ഒരു പാവയെപ്പോലെ പിടിച്ചു കുലുക്കി. അവളുടെ അമ്മയ്ക്ക് പണ്ടേ ഈ പറക്കുന്നത് പേടിയായിരുന്നു. ലോകം കൊണ്ടൊരു പക്ഷി പറക്കുന്നത് തന്നെ എന്തോ പോലെയല്ലേ എന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു. പക്ഷികളെപ്പറ്റി പഠിക്കുന്ന ഒരാൾക്ക് അതൊരു അത്ഭുതമായിരുന്നിരിക്കണം. ഒരിക്കൽ ഒരു യാത്രയിൽ വിമാനത്തിന്റെ എഞ്ചിൻ കേടായതിൽ പിന്നെ ആ പേടി അമ്മയുടെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ലായിരുന്നു. ദൈവമേ, ഇതൊന്നു കുഴപ്പമില്ലാതെ എത്തിയാൽ മതി, അമ്മ മെല്ലെ പറഞ്ഞു. അമ്മയുടെ നെഞ്ചിലെ പിടച്ചിൽ ജൂലിയൻ അറിയാമായിരുന്നു. പക്ഷെ അവൾക്ക് എന്തുകൊണ്ടോ ഒരു പേടിയും തോന്നിയില്ല. അപ്പോഴാണ് ആ വലതു ചിറകിനപ്പുറം കണ്ണു ചുമ്മിപ്പോകുന്ന പോലൊരു വെള്ളിടി വെട്ടിയത്. അതൊരു ഇടിമിന്നലായിരുന്നോ അതോ സ്ഫോടനമായിരുന്നോ എന്നവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ആ വെളിച്ചത്തിൽ അവളുടെ കണ്ണുകൾ മഞ്ഞളിച്ചുപോയി. ആ നിമിഷം അവൾ കേട്ടത് അമ്മയുടെ ആ വാക്കുകൾ മാത്രമാണ്. ഇതോടെ എല്ലാം തീർന്നു. ഇപ്പോൾ ആ ഭീകരമായ ശബ്ദങ്ങളെല്ലാം നിലച്ച് വല്ലാത്തൊരു ശാന്തതയിൽ അവൾ താഴേക്കു പതിക്കുകയാണ്. ചെവിയിൽ കാറ്റുവന്നടിക്കുന്ന ശബ്ദം മാത്രം. ഒരുപക്ഷേ ആ വീഴ്ചയുടെ ഭീകരതയിൽ അവൾ ബോധം മറഞ്ഞിരിക്കാം. അവൾക്ക് ഓർമ്മയുള്ളത് തലകീഴായി തൂങ്ങിക്കിടക്കുമ്പോൾ താഴെ പച്ചനിറമുള്ള കാട് അവളെയും കാത്തു കിടക്കുന്നതാണ്. മരങ്ങളുടെ തലപ്പുകൾ ബ്രൊക്കോളി തലകൾ പോലെ തോന്നി. കാഴ്ച മങ്ങിത്തുടങ്ങി, ഒരു മൂടൽ മഞ്ഞിലൂടെ കാണുന്നതുപോലെ. പിന്നെ കനത്ത ഇരുട്ട് അവളെ പൂർണ്ണമായി വിഴുങ്ങി. ആ വീഴ്ചയിൽ എപ്പോഴോ അവളുടെ ബോധം മറഞ്ഞു. അതൊരു സ്വപ്നമായിരുന്നു. അല്ല, 2 എണ്ണം, ഒന്നിനു പുറകെ ഒന്നായി വരുന്ന 2 സ്വപ്നങ്ങൾ. ആദ്യത്തേതിൽ അവൾ കനത്ത ഇരുട്ടിലൂടെ ഒരു ഭിത്തിയിൽ തട്ടാതെ പാഞ്ഞു പോവുകയാണ്. അവളുടെ കാതുകളിൽ ഒരു തരം ഇരമ്പൽ, സ്വന്തം ശരീരത്തിൽ ഒരു എഞ്ചിൻ ഘടിപ്പിച്ചതുപോലെ. രണ്ടാമത്തെ സ്വപ്നത്തിൽ ശരീരം മുഴുവൻ ചെളിയും അഴുക്കും പുരണ്ട് വല്ലാത്തൊരു അറപ്പ് തോന്നുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് കുളിക്കണം, ശരീരം വൃത്തിയാക്കണം, അഴുക്ക് പുരണ്ട ആ ഒട്ടിപ്പിടിച്ച അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണം. സ്വപ്നത്തിൽ അവൾ ചിന്തിച്ചു, ഇതിപ്പോ എന്താ ഇത്ര പ്രയാസം, ഒന്ന് എഴുന്നേറ്റ് പോയി കുളിച്ചാൽ പോരെ. ആ സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ തീരുമാനിച്ച നിമിഷം അവൾ ശരിക്കും ഞെട്ടി ഉണർന്നു. അവൾ കണ്ടത് സ്വപ്നമല്ലായിരുന്നു. താൻ കിടക്കുന്നത് താനിരുന്ന ആ 3 സീറ്റുകളുള്ള കസേരയുടെ അടിയിലാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു.
സീറ്റ് ബെൽറ്റ് എപ്പോഴോ ഊരിപ്പോയിരുന്നു. ഒരുപക്ഷേ ബോധം വന്നപ്പോൾ അവൾ തന്നെ ഊരിയതാവാം. ശരീരം മുഴുവൻ നനഞ്ഞു കുതിർന്നിരിക്കുന്നു. ചെളിയിൽ കുളിച്ചു കിടക്കുകയാണ്. ഒരു പകലും ഒരു രാത്രിയും മുഴുവൻ മഴ തിമിർത്തു പെയ്തിരിക്കണം. അവൾ കണ്ണു തുറന്നു. ആ നിമിഷം അവൾക്കെല്ലാം വ്യക്തമായി. താനൊരു വിമാനാപകടത്തിൽപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഈ കാടിന്റെ നടുവിലാണ്. കണ്ണു തുറന്നപ്പോൾ കണ്ട ആ കാഴ്ച അവൾ ജീവിതത്തിലൊരിക്കലും മറക്കില്ല. ഭീമാകാരമായ മരങ്ങളുടെ തലപ്പുകളിൽ സ്വർണ്ണവെളിച്ചം തട്ടിത്തിളങ്ങുന്നു. പച്ചയുടെ ആയിരമായിരം ഭാവങ്ങൾ അതിൽ വെട്ടിത്തിളങ്ങുന്നു. അതൊരു പെയിന്റിംഗ് പോലെ അവളുടെ മനസ്സിൽ പതിഞ്ഞു. പൻഗ്വാനയിലെ കാടുകൾ പോലെ തന്നെ ഉണ്ടായിരുന്നു അതും. ഭയമായിരുന്നില്ല അവൾക്ക് ആദ്യം തോന്നിയത്. അതിരുകളില്ലാത്ത ഒരൊറ്റപ്പെടലായിരുന്നു. നെഞ്ചു പിളർക്കുന്ന ഒരു സത്യം അവൾ തിരിച്ചറിഞ്ഞു. അവൾ തനിച്ചാണ്. തൊട്ടരികിലിരുന്ന അമ്മയെ കാണാനില്ല. ആ സീറ്റ് ശൂന്യമാണ്. അപ്പുറത്തിരുന്ന വിമാനം പുറപ്പെട്ട ഉടൻ ഉറങ്ങിപ്പോയ ആ തടിയൻ മനുഷ്യനെയും കാണാനില്ല. ഒന്ന് എഴുന്നേൽക്കാൻ അവൾ ശ്രമിച്ചു. കഴിഞ്ഞില്ല. കൺമുൻപിൽ ഇരുട്ട് കയറി. തലച്ചോറിന് കാര്യമായ ക്ഷതമേറ്റിരിക്കണം. നിസ്സഹായയായി പൂർണ്ണമായും ഒറ്റപ്പെട്ട് അവൾ അവിടെ കിടന്നു. അവളുടെ ശ്രദ്ധ കൈത്തണ്ടയിലെ സ്വർണ്ണ വാച്ചിലേക്ക് പോയി. അത്ഭുതം, അതിപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ നേർത്ത ടിക് ടിക് എന്ന ശബ്ദം അവൾക്ക് കേൾക്കാമായിരുന്നു. പക്ഷെ സമയം നോക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. കാഴ്ച വ്യക്തമായിരുന്നില്ല. അവളുടെ ഇടത് കണ്ണ് പൂർണ്ണമായും അടഞ്ഞിരുന്നു. മറ്റേ കണ്ണുകൊണ്ട് ഒരു ചെറിയ വിടവിലൂടെ എന്ന പോലെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അതിലുപരി അവളുടെ കണ്ണട നഷ്ടപ്പെട്ടിരുന്നു. 14 വയസ്സുമുതൽ അവൾ കണ്ണട വയ്ക്കുന്നതാണ്. അതിപ്പോൾ എവിടെ പോയെന്ന് ഒരു പിടിയുമില്ല. ഏറെ പണിപ്പെട്ട് അവൾ സമയം നോക്കി. 9 മണി. സൂര്യന്റെ സ്ഥാനം വെച്ച് നോക്കുമ്പോൾ രാവിലെയാണ്. തല വീണ്ടും കറങ്ങി. അവൾ ക്ഷീണിച്ച് ആ കാടിന്റെ മണ്ണിലേക്ക് വീണ്ടും ചാഞ്ഞു. കുറച്ചു കഴിഞ്ഞ് വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഇത്തവണ അവൾക്ക് മുട്ടിലിഴയാൻ സാധിച്ചു. അപ്പോഴാണ് ശരീരത്തിലെ പരിക്കുകൾ അവൾ ശ്രദ്ധിച്ചത്. വലത് തോളലിന് എന്തോ ഒരു പന്തികേട്. തൊട്ടുനോക്കിയപ്പോൾ മനസ്സിലായി അത് പൊട്ടിയിരിക്കുന്നു. എല്ലിന്റെ 2 അറ്റങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി കയറിയിരിക്കുന്നു. പക്ഷെ തൊലി പൊട്ടി പുറത്തു വന്നിട്ടില്ല. അത്ഭുതമെന്നേ പറയണ്ടോ, അവൾക്ക് വേദന തോന്നിയില്ല. പിന്നെയാണ് ഇടത് കണങ്കാലിലെ മുറിവ് കണ്ടത്. ലോഹത്തിന്റെ അരികുകൊണ്ട് കീറിയതുപോലെ ആഴത്തിലുള്ളൊരു മുറിവ്. പക്ഷെ അതിൽ നിന്നും ഒരു തുള്ളി രക്തം പോലും വരുന്നില്ലായിരുന്നു. അപ്പോഴാണ് ആ യാഥാർത്ഥ്യം ഒരിടിത്തി പോലെ അവളുടെ ഉള്ളിലേക്ക് വീണ്ടും വന്നത്. മറ്റാരും ഇവിടെയില്ല. താൻ തനിച്ചാണ്. അമ്മയുമില്ല. എന്തുകൊണ്ട്? അമ്മ തൊട്ടടുത്തല്ലേ ഇരുന്നത്? അവൾ 4 കാലിൽ ഇഴഞ്ഞു നീങ്ങി അമ്മയെ തിരഞ്ഞു. അമ്മേ എന്നവൾ നീട്ടി വിളിച്ചു. മറുപടിയായി കാടിന്റെ ശബ്ദങ്ങൾ മാത്രം. കിളികളുടെ ചിലക്കലും ചീവീടുകളുടെ കരച്ചിലുമല്ലാതെ മറ്റൊന്നും അവൾ കേട്ടില്ല. പുക്കാൽപ്പയിൽ നിന്ന് ഏകദേശം 12 മൈൽ അകലെയുള്ള പ്യൂട്ടോ ഇങ്ക എന്ന ചെറുപട്ടണത്തിലെ ആളുകൾ പിന്നീട് പറഞ്ഞത് അന്നേ ദിവസം ഭയങ്കരമായ കൊടുങ്കാറ്റും കാറ്റുമായിരുന്നു എന്നാണ്. ചിലർ ഒരു വിമാനം പട്ടണത്തിനു മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്നതും പിന്നീട് കാടിന്റെ ദിശയിലേക്ക് അപ്രത്യക്ഷമാകുന്നതും കണ്ടെന്ന് അവകാശപ്പെട്ടു. ഒരുപക്ഷെ പൈലറ്റ് അവിടെ ഇറങ്ങാൻ ശ്രമിച്ചതായിരിക്കുമോ? ജൂലിയൻ അങ്ങനെയൊന്നും തോന്നിയില്ല. കാരണം വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ പിന്നീട് കണ്ടെത്തിയത് സാധാരണ പോകുന്ന വഴിയോരത്ത് തന്നെയായിരുന്നു. പൈലറ്റ് വഴിമാറി പറന്നിരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം വെർണർ ഹെർസോഗ് എന്ന സംവിധായകൻ പറഞ്ഞാണ് അപകടത്തിന് തൊട്ടുമുൻപ് കോക്പിറ്റിൽ നടന്ന സംഭാഷണങ്ങളെപ്പറ്റി അവൾ അറിയുന്നത്. ബ്ലാക്ക് ബോക്സ് അവർക്ക് കിട്ടിയിരുന്നു. പൈലറ്റുമാർ വരാനിരിക്കുന്ന ക്രിസ്മസ് ആഘോഷത്തെപ്പറ്റിയും തങ്ങളുടെ കുടുംബത്തെപ്പറ്റിയും എത്രയും പെട്ടെന്ന് ലിമയിലേക്ക് തിരിച്ചു പോകാനുള്ള ആഗ്രഹത്തെപ്പറ്റിയും സംസാരിക്കുകയായിരുന്നു. ആ ഭീകരമായ കൊടുങ്കാറ്റ് അവരെയും ഞെട്ടിച്ചു കളഞ്ഞിരുന്നു. അവർക്ക് വേറെ വഴിയില്ലായിരുന്നോ, അതോ അവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ആ കൊടുങ്കാറ്റിന്റെ ഹൃദയത്തിലേക്ക് വിമാനം പറത്തിയിറക്കിയത് എന്നാർക്കും അറിയില്ല. അവിടെ ഒരു മരം വെട്ടുകാരനുണ്ടായിരുന്നു. അപകടം നടക്കുമ്പോൾ കാട്ടിൽ. അയാളൊരു വലിയ പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടെന്ന് രക്ഷാപ്രവർത്തകരോട് പറഞ്ഞു. പക്ഷേ ആരും അത് വിശ്വസിച്ചില്ല. കാരണം അതുപോലെ ഒരുപാട് കള്ളക്കഥകൾ നാട്ടുകാർക്കിടയിൽ പ്രചരിച്ചിരുന്നു. വിധി എന്നല്ലാതെ എന്തു പറയാൻ? ആ മരം വെട്ടുകാരൻ ഡോൺ മാർസിയോ പിന്നീട് അവളുടെ രക്ഷകനായി മാറുകയായിരുന്നു. അന്നുമുതൽ ഇന്നുവരെ അവളെയും മറ്റുള്ളവരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തിയ ഒരു ചോദ്യമുണ്ട്. എങ്ങനെയാണ് അവൾ 2 മൈൽ ഉയരത്തിൽ നിന്നുള്ള ആ വീഴ്ചയെ അതിജീവിച്ചത്? അതും കാര്യമായ പരിക്കുകളൊന്നും കൂടാതെ. പിന്നീട് പരിശോധിച്ചപ്പോൾ അവൾ വിചാരിച്ചതിലും കൂടുതൽ പരിക്കുകൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി. എങ്കിലും ആ വീഴ്ചയുടെ ആഘാതം വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ലായിരുന്നു. അതൊരു അത്ഭുതമായിരുന്നോ? അതോ അതിനു വന്ന ശാസ്ത്രീയ വിശദീകരണവുമുണ്ടോ? വെർണർ ഹെർസോഗുമായി സംസാരിച്ചപ്പോൾ അവർ 3 സാധ്യതകൾ കണ്ടെത്തി. ഒരുപക്ഷേ
ആ മൂന്നിന്റെയും ഒരു കൂട്ടായ ഫലമായിരിക്കാം അവളെ രക്ഷിച്ചത്. ഒന്നാമതായി, വലിയ ഇടിമേഘങ്ങൾക്കിടയിൽ മുകളിലേക്ക് തള്ളുന്ന ശക്തമായ വായുപ്രവാഹങ്ങളുണ്ടാകും. അത്തരം കാറ്റിന് താഴേക്ക് പതിക്കുന്ന ഒന്നിനെ മുകളിലേക്ക് തള്ളാനും കറക്കാനും അങ്ങനെ വീഴ്ചയുടെ വേഗത കുറയ്ക്കാനും സാധിക്കും. ബോധം വന്ന ആ ചെറിയ നിമിഷത്തിൽ കാട് തനിക്ക് നേരെ കറങ്ങി വരുന്നതുപോലെ അവൾക്ക് തോന്നിയിരുന്നു. രണ്ടാമതായി, അവളൊരു മേപ്പിൾ വിത്ത് പോലെ കറങ്ങുകയായിരുന്നു. അവൾ ഇരുന്ന ആ 3 സീറ്റുകളുള്ള ബെഞ്ച്, അതിന്റെ ഒരറ്റത്ത് അവൾ ബന്ധിക്കപ്പെട്ടിരുന്നു. ഒരുപക്ഷേ ഒരു മേപ്പിൾ വിത്തിന്റെ ചിറകുപോലെ പ്രവർത്തിച്ചിരിക്കാം. ആ കറക്കം അവളുടെ വീഴ്ചയുടെ വേഗത കുറച്ചിരിക്കാം. മാത്രമല്ല, ശവശരീരങ്ങൾ കണ്ടെടുത്ത ഒരാൾ പറഞ്ഞത് കേടുപാടുകളൊന്നും സംഭവിക്കാത്ത ഒരേ ഒരു സീറ്റ് ബെഞ്ച് അതായിരുന്നു എന്നാണ്. അത് കിടന്നിരുന്നത് ഇടതൂർന്ന വള്ളിച്ചെടികൾക്കിടയിലായിരുന്നു. ഒരുപക്ഷേ ആ വള്ളിച്ചെടികളുടെ വല അവളെ മൃദുവായി താഴെ ഇറക്കിയിരിക്കാം. ആ സീറ്റ് ബെഞ്ച് ഒരു തോണി പോലെ അവളെയും കൊണ്ട് ആ വള്ളികളിലൂടെ ഊർന്നിറങ്ങി കാടിന്റെ നിലത്ത് പതുക്കെ പതിച്ചിരിക്കാം. അല്ലെങ്കിൽ മരങ്ങളുടെ മുകളിൽ നേരിട്ട് ചെന്ന് ഇടിച്ചിരുന്നെങ്കിൽ അവൾ ഒരിക്കലും രക്ഷപ്പെടുമായിരുന്നില്ല. ഇതിനെല്ലാം അപ്പുറം വിശദീകരിക്കാനാവാത്ത എന്തോ ഒന്നുകൂടിയുണ്ടായിരുന്നു. അതെങ്ങനെയാണ് പേടിച്ച് മരവിച്ചു പോകാതിരുന്നത്? സത്യം പറഞ്ഞാൽ, താഴേക്കു പതിക്കുമ്പോഴും കാട് ചുറ്റും കറങ്ങുന്നത് കാണുമ്പോഴും അവൾക്കൊരു തരി പോലും ഭയം തോന്നിയില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് നല്ല ബോധമുണ്ടായിരുന്നു. ഒരുപക്ഷേ ബോധമുണ്ടായിരുന്ന നിമിഷങ്ങൾ വളരെ കുറവായതുകൊണ്ടാവാം. പക്ഷേ അതിനേക്കാൾ മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ഭ്രാന്ത് പിടിച്ചു പോകാതിരിക്കാൻ ഒരു സംരക്ഷണ കവചം പ്രകൃതി ഒരുക്കിയിട്ടുണ്ടെന്ന് അവൾ വിശ്വസിക്കുന്നു. ഒരു ഭീകരമായ സംഭവത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ നമ്മളെല്ലാം മറക്കും. ഭയം വരുന്നത് അതിനുശേഷമാണ്. 1971 ഡിസംബർ 25-ന് കാടിന്റെ നടുവിലെ ആ നീണ്ട അബോധാവസ്ഥയിൽ നിന്നുണരുമ്പോഴും അവൾ ആ സംഭവത്തിന്റെ നടുവിൽ തന്നെയായിരുന്നു. വിമാനത്തിൽ നിന്ന് താഴെ വീണ്ടതാണെന്ന പൂർണ്ണ ബോധമുണ്ടായിട്ടും തലക്കേറ്റ ക്ഷതവും ആഘാതവും അവളെ ഭ്രാന്ത് പിടിക്കുന്നതിൽ നിന്ന് തടഞ്ഞു. അതിലുപരി ചെറുപ്പത്തിലെ മാതാപിതാക്കൾ അവളെ പഠിപ്പിച്ച ഒരു പാഠമുണ്ടായിരുന്നു. ശാന്തമായി ചിട്ടയോടെ ചിന്തിച്ചാൽ പ്രകൃതിയിൽ ഏതവസ്ഥയെയും അതിജീവിക്കാം. അതിവിടെയും ശരിയായിരുന്നു. ഈ കാട്ടിൽ നിന്ന് താൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമെന്ന അവൾക്കൊരു സംശയവുമില്ലായിരുന്നു. കുട്ടിക്കാലത്ത് അവൾ മാതാപിതാക്കളോടൊപ്പം എത്രയോ തവണ കാട്ടിൽ പോയിരിക്കുന്നു. ഓരോ തവണയും അവർ സുരക്ഷിതരായി തിരിച്ചെത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ അമ്മയെ കണ്ടുപിടിക്കണം, അത്രമാത്രം. പക്ഷെ എങ്ങനെ? അവളുടെ ശരീരം ഇപ്പോഴും ഒരു പഞ്ഞിക്കെട്ടിനുള്ളിൽ പെട്ടതുപോലെയായിരുന്നു. മുൻപ് കാട് കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് അതൊരു ഭീകരരൂപിയായി തോന്നാം. പച്ചനിറം അരിച്ചെത്തുന്ന വെളിച്ചം, എണ്ണിയാൽ ഒടുങ്ങാത്ത നിഴലുകൾ, തലകറങ്ങുന്ന ഉയരത്തിലുള്ള മരങ്ങൾ. പക്ഷേ ജൂലിയന് കാട് പരിചിതമായിരുന്നു. മാതാപിതാക്കൾ ജീവശാസ്ത്രജ്ഞരായിരുന്നു. അവരവൾക്ക് കാടിന്റെ ഓരോ തുടിപ്പും പഠിപ്പിച്ചു കൊടുത്തിരുന്നു. തലച്ചോറിലെ ആ മരവിപ്പിനിടയിലും ആ അറിവുകൾ എവിടെയോ ഒളിഞ്ഞുകിടപ്പുണ്ടായിരുന്നു. ഇപ്പോൾ അത് കേവലം ഒരു കൗതുകത്തിന് പഠിച്ച കാര്യങ്ങളല്ല, അതിജീവനത്തിനുള്ള ആയുധങ്ങളായിരുന്നു. അവൾ പതുക്കെ എഴുന്നേറ്റ് നിന്നു. കാലുകൾക്കല്പം ഉറപ്പ് കിട്ടിയപ്പോൾ ചുറ്റും നോക്കി. ആ ഇരിപ്പിടമല്ലാതെ മറ്റൊന്നും അവിടെ ഇല്ലായിരുന്നു. അവൾ ഉറക്കെ കൂവി വിളിച്ചു. പക്ഷെ മറുപടിയില്ല. മുകളിലേക്ക് നോക്കിയപ്പോൾ ഇടതൂർന്ന മരങ്ങൾക്കിടയിലൂടെ സൂര്യൻ തിളങ്ങുന്നത് കണ്ടു. കാടിന്റെ പച്ച മേലാപ്പ് ഒരു പോറൽ പോലും ഏൽക്കാതെ അവിടെ ഉണ്ടായിരുന്നു. ഒരു വിമാനമുടെ തകർന്നു വീണിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ അടയാളമുണ്ടാക്കേണ്ടതല്ലേ? പക്ഷെ അതിന്റെ ഒരു തുരുമ്പ് പോലും കാണാനില്ലായിരുന്നു. അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത്, കാലിൽ ഒരു ചെരുപ്പ് മാത്രമേ ഉള്ളൂ. അവളുടെ ബിരുദദാന ചടങ്ങിനിട്ട അതേ വെള്ള നിറമുള്ള ചെരുപ്പ്. ആ ഒറ്റ ചെരുപ്പിട്ട് എങ്ങനെ നടക്കാനാണ് എന്ന് പിന്നീട് പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവൾ അത് ഊരിയെറിഞ്ഞില്ല. കണ്ണടയില്ലാത്തതുകൊണ്ട് കാഴ്ച കുറവാണ്. ഈ ഒറ്റ ചെരുപ്പെങ്കിലും ഒരു കാലിന് സംരക്ഷണം നൽകുമല്ലോ. പൻഗ്വാനയിൽ കാട്ടിൽ പോകുമ്പോൾ അവരെപ്പോഴും റബ്ബർ ബൂട്ടുകളാണ് ഇടാറ്, പാമ്പുകളെ പേടിച്ച്. ഇപ്പോൾ അവൾ ധരിച്ചിരിക്കുന്നത് കൈയില്ലാത്ത വർണ്ണത്തുണി കഷ്ണങ്ങൾ തുന്നിച്ചേർത്ത ഒരു മിനി ഡ്രസ്സാണ്. ആ വീഴ്ചയിൽ അതിന്റെ പുറകിലെ സിപ്പർ പകുതിയോളം പൊട്ടിയിരുന്നു. ശരീരം തടവി നോക്കിയപ്പോൾ തോളിൽ മറ്റൊരു മുറിവ് കൂടി അവൾ കണ്ടെത്തി. ഒരു നാണയത്തിന്റെ വലിപ്പത്തിൽ 1 ഇഞ്ച് ആഴത്തിൽ. ആ മുറിവിൽ നിന്നും രക്തം വരുന്നില്ലായിരുന്നു. കഴുത്തിനു പറ്റിയ പരിക്ക് കാരണം പിന്നീട് വർഷങ്ങളോളം അവളെ തലവേദന അലട്ടിയിരുന്നു. ആ വീഴ്ചയുടെ ആഘാതത്തിൽ ശരീരം ഒരു പഞ്ഞിക്കിട്ടുപോലെ ആയത് അതുകൊണ്ടായിരിക്കാം. ദിവസങ്ങൾ കഴിഞ്ഞാണ് ആ മരവിപ്പ് പൂർണ്ണമായും മാറിയത്. പെട്ടെന്ന് അവൾക്ക് അതിയായ ദാഹം തോന്നി. ചുറ്റുമുള്ള ഇലകളിൽ തിളങ്ങുന്ന വെള്ളത്തുള്ളികൾ അവൾ നുണഞ്ഞിറക്കി. ആ ഇരിപ്പിടത്തിനു ചുറ്റും
ചെറിയ വട്ടത്തിൽ അവൾ നടന്നു. കാട്ടിൽ വഴിതെറ്റാൻ എത്ര എളുപ്പമാണെന്ന് അവൾക്കറിയാമായിരുന്നു. എവിടെ നോക്കിയാലും ഒരുപോലെ. പെങ്ക്വാനയിലായിരുന്നെങ്കിൽ വഴി അടയാളപ്പെടുത്താൻ അവൾ കത്തിയെടുത്ത് മരങ്ങളിൽ വെട്ടുമായിരുന്നു. ഇപ്പോൾ കയ്യിലൊന്നുമില്ലാത്തതുകൊണ്ട് ഒരു പ്രത്യേകതയുള്ള മരം മനസ്സിൽ ഉറപ്പിച്ച് അതിൽ നിന്ന് കണ്ണെടുക്കാതെ അവൾ നീങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, അപകടത്തിന്റെ ഒരു തുരുമ്പ് പോലും അവൾക്ക് കണ്ടെത്താനായില്ല. ആളുകളില്ല, വിമാനത്തിന്റെ ഭാഗങ്ങളില്ല, ഒന്നുമില്ല. അപ്പോഴാണ് അവൾ ഒരു ബാഗ് കണ്ടത്. അതിൽ നിറയെ മിഠായികളും പെറുവിലെ ക്രിസ്മസ് പലഹാരമായ പാനറ്റോണും ഉണ്ടായിരുന്നു. അവൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഒരു കഷണം എടുത്ത് കഴിച്ചു. പക്ഷേ അതിന് ഭയങ്കരമായ രുചിയായിരുന്നു. മഴവെള്ളം കൊണ്ട് കുതിർന്ന് ചെളിപുരണ്ട് അത് നാശമായിരുന്നു. അവളത് ഉപേക്ഷിച്ചു. പക്ഷേ മിഠായികൾ കയ്യിലെടുത്തു. അന്ന് രാവിലെയും ഉച്ചയ്ക്കും അവൾ ആ അപകട സ്ഥലത്ത് തന്നെ കഴിഞ്ഞു. ചുറ്റും തിരഞ്ഞുകൊണ്ട് കുറച്ചുകൂടി ശക്തി സംഭരിക്കാൻ ശ്രമിച്ചു. അവൾ അമ്മയെ തിരഞ്ഞു. ഹലോ, ആരെങ്കിലുമുണ്ടോ എന്നവൾ ഉറക്കെ വിളിച്ചു ചോദിച്ചു. മഴക്കാലമായതുകൊണ്ട് തവളകളുടെ കരച്ചിലല്ലാതെ ഒന്നും കേട്ടില്ല. പെട്ടെന്ന് അവൾ ആ ശബ്ദം കേട്ടു. എഞ്ചിനുകളുടെ ഇരമ്പൽ. വിമാനങ്ങൾ അവൾക്ക് മുകളിലൂടെ വട്ടമിട്ടു പറക്കുന്നു. അവർ എന്തിനാണ് വന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ മുകളിലേക്ക് നോക്കി. പക്ഷെ കാട് നമ്മു വിടതൂർന്നതായിരുന്നു. താഴെ നിന്ന് അവളെ കാണാൻ ഒരു വഴിയുമില്ല. ഒരുതരം നിസ്സഹായത അവളെ പൊതിഞ്ഞു. ഈ കാട്ടിൽ നിന്ന് പുറത്തു കടക്കണമെന്ന ചിന്ത അവളുടെ ഉള്ളിൽ ആളിക്കത്തി. വിമാനങ്ങൾ പറന്നകന്നപ്പോൾ കാടിന്റെ ശബ്ദങ്ങൾ മാത്രം ബാക്കിയായി. പങ്കുവാനയിൽ നിന്ന് വെറും 30 മൈൽ അകലെയാണ് താനെന്ന് അവൾക്കറിയില്ലായിരുന്നു. പക്ഷേ ഈ കാട് തനിക്ക് പരിചിതമാണെന്ന് അവൾക്ക് തോന്നി. അപ്പോഴാണ് തുടക്കം മുതലേ അവിടെ ഉണ്ടായിരുന്നെങ്കിലും എന്നാൽ ഇപ്പോൾ മാത്രം ബോധത്തിലേക്ക് വന്ന ആ നേർത്ത ശബ്ദം അവൾ കേട്ടത്. വെള്ളം സ്റ്റാർസ് വീഴുന്ന ചിലമ്പുന്ന ശബ്ദം. ഒരു ചെറിയ അരുവി ഒഴുകുന്ന ശബ്ദം. അവൾ ആ ശബ്ദത്തിന്റെ ഉറവിടം തേടിപ്പോയി. അതെ, തൊട്ടടുത്ത് തന്നെ ഒരു ഉറവയുണ്ട്. അതൊരു ചെറിയ അരുവിയായി ഒഴുകിപ്പോകുന്നു. ആ കണ്ടെത്തലിൽ അവൾക്ക് വലിയ പ്രതീക്ഷ നൽകി. കുടിക്കാൻ വെള്ളം കിട്ടി എന്നതിലുപരി ഈ ചെറിയ അരുവി തന്നെ രക്ഷിക്കുമെന്ന് അവൾക്കുറപ്പായിരുന്നു. പെങ്ക്വാനയിൽ താമസിക്കുമ്പോൾ നടന്ന ഒരു സംഭവം അവൾ ഓർത്തു. ബെർക്ലിയിൽ നിന്നുള്ള ഒരു സംഘം ശാസ്ത്രജ്ഞർ അവിടെ വന്നിരുന്നു. അവരിലൊരാൾക്ക് അബദ്ധത്തിൽ വെടിയേറ്റ് കാലിനു പരിക്കേറ്റു. അയാളെ ചുമന്നുകൊണ്ടുപോകാൻ കഴിയുമായിരുന്നില്ല. സഹായം തേടിപ്പോയ വിദ്യാർത്ഥി കാട്ടിൽ വഴിതെറ്റി. പക്ഷെ അവൻ ബുദ്ധിമാനായിരുന്നു. ഒഴുകുന്ന വെള്ളം കണ്ട് അവൻ അതിനെ പിന്തുടർന്നു. അതൊരരുവിയായി, പിന്നെ പുഴയായി. ഭാഗ്യത്തിന് അത് യുയാപ്പിച്ചിസ് നദിയായിരുന്നു. 2 രാവും പകലും കഴിഞ്ഞ് അവൻ പെങ്ക്വാനയിലെത്തി. ആ സംഭവം അവളുടെ മനസ്സിൽ മായാതെ കിടന്നിരുന്നു. അവൾ ദാഹം മാറ്റി. കുറച്ചൊന്ന് മുഖം കഴുകി. ഒരു തീരുമാനമെടുത്തു. ഇനി ഇവിടെ കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ല. രക്ഷാപ്രവർത്തകർക്ക് തന്നെ ഇവിടെ കണ്ടെത്താനാവില്ല. അച്ഛൻ എപ്പോഴും പറയുന്ന വാക്കുകൾ അവളുടെ കാതിൽ മുഴങ്ങി. കാട്ടിൽ വഴിതെറ്റിയാൽ, ഒഴുകുന്ന വെള്ളം കണ്ടാൽ അതിന്റെ കൂടെ പോവുക. അത് നിന്നെ മനുഷ്യരുടെ അടുത്തേക്കെത്തിക്കും. അങ്ങനെ അവൾ ആ അരുവിയെ പിന്തുടരാൻ തുടങ്ങി. പിന്നീട് പത്രങ്ങളിൽ വന്നത് പരിക്കേറ്റവരെ ഉപേക്ഷിച്ച് അവൾ സ്വാർത്ഥയായി രക്ഷപ്പെട്ടു എന്നായിരുന്നു. മറ്റു ചില പത്രങ്ങൾ എഴുതിയത് പരിക്കേറ്റവർ കാട്ടിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ അവൾ സ്വന്തം കാര്യം നോക്കിപ്പോയി എന്നാണ്. പക്ഷെ സത്യം അതായിരുന്നില്ല. അവൾ ആരെയും കണ്ടില്ല. ഒരുപക്ഷെ പരിക്കേറ്റവരെയും അമ്മയെയും കണ്ടിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നുവെന്ന് അവൾക്കറിയില്ല. ഒരുപക്ഷെ അവൾ അവരുടെ കൂടെ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. അവരെല്ലാവരും ഒരുമിച്ച് ആ കാട്ടിൽ അവസാനിക്കുമായിരുന്നു. ഇന്നും നമുക്കറിയാം, അവളുടെ വിവരങ്ങളില്ലാതെ ആ വിമാനാവശിഷ്ടങ്ങൾ പോലും കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ അവൾ ആ അരുവിയെ പിന്തുടർന്നു. തുടക്കത്തിൽ അതത്ര എളുപ്പമായിരുന്നില്ല. വീണുകിടക്കുന്ന മരങ്ങളും ഇടതൂർന്ന കുറ്റിക്കാടുകളും അവളുടെ വഴിമുടക്കി. പതുക്കെ പതുക്കെ ആ അരുവി കുറച്ചുകൂടി വലുതായി ഒരു ചെറിയ തോടായി മാറി. അതിന്റെ ചില ഭാഗങ്ങൾ ഉണങ്ങിക്കിടന്നതുകൊണ്ട് അവൾക്ക് അതിലൂടെ നടക്കാൻ കുറച്ചുകൂടി എളുപ്പമായി. ആദ്യത്തെ ദിവസം ഉച്ച കഴിഞ്ഞ് അവൾ എത്ര ദൂരം നടന്നുവെന്ന് അവൾക്ക് ഓർമ്മയില്ല. 6 മണിയോടെ ഇരുട്ടു വീണു. അവൾ ആ തോടിന്റെ കരയിൽ പുറകിൽ സുരക്ഷിതമായ ഒരിടം നോക്കി രാത്രി കഴിച്ചുകൂട്ടി. ഒരു മിഠായി കൂടി കഴിച്ചു. തീ കത്തിക്കാൻ ഒരു വഴിയുമില്ലായിരുന്നു. മഴക്കാലമായതുകൊണ്ട് എല്ലാം നനഞ്ഞിരുന്നു. ഇരുട്ട് കനത്തപ്പോൾ ചുറ്റും കൂരിരുട്ടായി. തളർന്ന് ഒറ്റപ്പെട്ട് അവൾ അവിടെ കിടന്നുറങ്ങി. പിന്നീട് അവളുടെ രാത്രികൾ ഭീകരമായിരുന്നു. പ്രാണികളും മഴയും തണുപ്പും ഉറക്കം കെടുത്തി. പക്ഷേ ആദ്യത്തെ രാത്രി തലക്കേറ്റ ക്ഷതം കാരണം അതൊരു അബോധാവസ്ഥ പോലെയായിരുന്നു.
ആ സമയത്ത് യുവാപിച്ചസ് നദിയുടെ തീരത്തുള്ള മൊഡേന കുടുംബത്തിൽ ലാൻസ വിമാനാപകടത്തിന്റെ വാർത്ത എത്തിയിരുന്നു. മോറോയുടെ അമ്മാവൻ ഡോൺ എൽവിയോ അവളുടെ അച്ഛന്റെ അടുത്തേക്ക് പോയി. പക്ഷേ അവളുടെ അച്ഛൻ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, "എന്റെ ഭാര്യയും മകളും ആ വിമാനത്തിലുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. ലാൻസയിൽ പറക്കരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്റെ ഭാര്യ ഒരിക്കലും ആ വിമാനത്തിൽ കാലുകുത്തില്ല." ഡോൺ എൽവിയോയ്ക്ക് എന്തു പറയണമെന്നറിയില്ലായിരുന്നു. അവളുടെ അച്ഛൻ പറഞ്ഞത് ശരിയായിരിക്കണേ എന്ന് അയാൾ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അവളുടെ അച്ഛൻ റേഡിയോ ഓൺ ചെയ്തു. ഒരു പ്രത്യേക വാർത്താ ബുള്ളറ്റിനിൽ തകർന്ന വിമാനത്തിലെ യാത്രക്കാരുടെ ലിസ്റ്റ് വായിച്ചു. ആ ലിസ്റ്റിൽ തന്റെ ഭാര്യയുടെയും മകളുടെയും പേരുകൾ കേട്ടപ്പോൾ ആ മനുഷ്യൻ അനുഭവിച്ച നരകയാതന എത്ര വലുതായിരിക്കുമെന്ന് അവൾക്ക് ഇന്നും ഊഹിക്കാൻ പോലും കഴിയില്ല. ഡിസംബർ 26 അവൾ ഉണർന്നു. തലേന്ന് നന്നായി ഉറങ്ങിയിരുന്നു. ഇപ്പോഴും ഒരുതരം മരവിപ്പാണ്. തലക്കേറ്റ ക്ഷതം കാരണമായിരിക്കാം. ഭയമില്ല, വേദനയുമില്ല. ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, ഇവിടെ നിന്ന് പുറത്തു കടക്കണം. അവൾ ആ തോടിനെ പിന്തുടർന്ന് നടന്നു. പതുക്കെയാണ് മുന്നോട്ടു പോകുന്നത്. വീണുകിടക്കുന്ന മരങ്ങൾക്ക് മുകളിലൂടെ വലിഞ്ഞു കയറണം. തോടൊരുപാട് വളഞ്ഞു പൊളഞ്ഞാണ് പോകുന്നത്. കണ്ണടയില്ലാത്തതുകൊണ്ട് ദൂരേക്ക് കാഴ്ചയില്ല. അതുകൊണ്ട് എളുപ്പവഴികൾ തേടിപ്പോകാൻ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. വഴിതെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനു പുറമെ ആ പ്രദേശം മുഴുവൻ കുന്നുകളായിരുന്നു. ചിലപ്പോൾ 100 അടിയിലേറെ ഉയരമുള്ള കുന്നുകൾ. അവൾ നടന്ന വഴിയിൽ മാത്രം വെള്ളം ഒഴുകിപ്പോകാൻ എളുപ്പമുള്ള ചെറിയ ചരിവുള്ള ഒരു പാതയുണ്ടായിരുന്നു. അവൾ ആ വഴിയിലൂടെ പതുക്കെ പക്ഷെ സ്ഥിരമായി മുന്നോട്ടു പോയി. ഒരിക്കൽ അവൾ ഭീമാകാരനായ ഒരു പക്ഷിയെ പിടിക്കുന്ന ചിലന്തിയെ കണ്ടു. അത് അവളുടെ നേരെ ചാടി വീണ് കടിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ അത് തോടിന്റെ മറുകരയിലായിരുന്നു. അവർ പരസ്പരം സൂക്ഷിച്ചു നോക്കി. പിന്നെ അവരവരുടെ വഴിക്കുപോയി. തോടിന്റെ അടിത്തട്ട് പാറ നിറഞ്ഞതും ആഴം കുറഞ്ഞതുമായിരുന്നു. അത് വീതി കൂടി അവസാനം അതിന്റെ മുഴുവൻ ഭാഗത്തും വെള്ളം നിറഞ്ഞു. അവൾ വെള്ളത്തിലിറങ്ങി നടക്കാൻ തുടങ്ങി, എപ്പോഴും ചെരുപ്പുള്ള കാലാദ്യം വെച്ച്. രക്ഷാപ്രവർത്തകരുടെ വിമാനങ്ങൾ മുകളിലൂടെ പറക്കുന്നത് അവൾ ഇടയ്ക്കിടെ കേൾക്കുമായിരുന്നു. അവൾ ഉറക്കെ കൂവി വിളിച്ചു. പക്ഷെ അതുകൊണ്ട് ഒരു കാര്യവുമില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അവൾ നിൽക്കുന്ന കാട് അത്രയ്ക്ക് ഇടതൂർന്നതാണ്. രക്ഷാപ്രവർത്തകർക്ക് അവളെ കാണാനാവില്ല. ഒരേയൊരു പ്രതീക്ഷ മുന്നോട്ടുപോയി ഒരു വലിയ നദിയിലെത്തുകയെന്നതാണ്. അവിടെ മരങ്ങളുടെ മേലാപ്പ് തുറന്നിരിക്കും. അപ്പോൾ വിമാനത്തിലുള്ളവർക്ക് അവളെ കാണാൻ കഴിഞ്ഞേക്കും. ഒരുപക്ഷെ അവർ മറ്റുള്ളവരെ കണ്ടെത്തിയിരിക്കാം, അമ്മയെയും എന്നവൾ ആശിച്ചു. ആ ചിന്തയിൽ അവൾ മുറുകെ പിടിച്ചു. തന്റെ പരിക്കുകൾ ഇത്ര നിസ്സാരമാണെങ്കിൽ മറ്റുള്ളവരും രക്ഷപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ടെന്ന് അവൾ വിശ്വസിച്ചു. അവൾ അറിയുന്നുണ്ടായിരുന്നില്ല ആകാശത്ത് രക്ഷാപ്രവർത്തകർ വെറുതെ പറക്കുകയായിരുന്നു എന്ന്. അപകടം കഴിഞ്ഞ് 2 ദിവസമായിട്ടും അവർക്ക് ഒന്നും കണ്ടെത്താനായില്ല. നാട്ടുകാരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളെല്ലാം തെറ്റായിരുന്നു. ഒരു വേട്ടക്കാരൻ ഒരു വെളിച്ചം കണ്ടു, സ്ഫോടനം കേട്ടു എന്നൊക്കെ പറഞ്ഞു. യെരിനാക്കോച്ച തടാകക്കരയിലുള്ള ബൈബിൾ പരിഭാഷപ്പെടുത്തുന്ന അമേരിക്കൻ മിഷനറിമാരുടെ പൈലറ്റുമാർ പോലും പെറുവിലെ വ്യോമസേനയോടൊപ്പം ചേർന്നു. പക്ഷേ ഒരു തുമ്പും കിട്ടിയില്ല. കാട് ആ വിമാനത്തെ അതിന്റെ യാത്രക്കാരോടൊപ്പം അപ്പാടെ വിഴുങ്ങിയതുപോലെ തോന്നി. നിരന്തരമായ തെറ്റായ വിവരങ്ങൾ കാരണം അധികാരികൾ ഒരു വാർത്താ ബ്ലാക്കൌട്ട് പ്രഖ്യാപിച്ചു. ഇനി ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രമേ ഉണ്ടാകൂ. തെറ്റായ വിവരങ്ങൾ നൽകുന്നവരെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. അതോടെ ആളുകൾ പരിഭ്രാന്തരായി. എന്നിട്ടും കിംവദന്തികൾക്ക് ഒരു പഞ്ഞവുമില്ലായിരുന്നു. അതൊരു ദൈവശിക്ഷയാണെന്നും യാത്രക്കാർ അവരുടെ പാപങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടതാണെന്നും പറഞ്ഞ് അജ്ഞാത കത്തുകൾ പ്രത്യക്ഷപ്പെട്ടു. കാണാതായവരുടെ കുടുംബാംഗങ്ങൾക്ക് ഈ അനിശ്ചിതത്വം സഹിക്കാനായില്ല. അവർ ഒത്തുചേർന്ന് ഒരു സിവിൽ പട്രോളിന് രൂപം നൽകി. പ്യൂർട്ടോ ഇൻകയിൽ നിന്ന് അവർ കാട്ടിലേക്ക് പുറപ്പെട്ടു. പക്ഷെ പേമാലി അവരുടെ തിരച്ചിൽ ദുഷ്കരമാക്കി. അതിനിടയിൽ അഡോൾഫോ സൽദാന എന്ന മകൻ വിമാനത്തിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണം എത്തിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു കാർ അപകടത്തിൽ മരിച്ചു. ആ ദുരന്തത്തിന്റെ ആഴം കൂടിക്കൊണ്ടേയിരുന്നു. ഇതൊന്നും അറിയാതെ അവൾ ആ കാട്ടിൽ ചെരുപ്പുള്ള കാൽ ആദ്യം വെച്ച് ഓരോ അടിയും മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. തോടിനു കുറുകെ വീണുകിടക്കുന്ന മരത്തടികൾക്ക് മുകളിലൂടെ അവൾ വലിഞ്ഞു കയറി. അപകടം കഴിഞ്ഞ് 3-ാം ദിവസം അവൾ ആ തോടിന്റെ നടുവിൽ തന്റെ യാത്ര തുടങ്ങിയ ശേഷം ആദ്യമായി വിമാനത്തിന്റെ ഒരു ഭാഗം കണ്ടു. ഒരു ടർബൈൻ. അതിന്റെ ഒരു വശം കരി പിടിച്ചിരുന്നു. ആഹാ, ഇടിമിന്നൽ അടിച്ചത് ഇവിടെയായിരിക്കണം, അവൾ ഓർത്തു. പക്ഷേ ആ കാഴ്ച അവളെ അത്ഭുതപ്പെടുത്തുകയല്ലാതെ മറ്റൊന്നും ചെയ്തില്ല. അവൾ അപ്പോഴും ഒരുതരം ആഘാതത്തിലായിരുന്നു. പിന്നീട് 27 വർഷങ്ങൾക്ക് ശേഷം വെർണർ ഹെർസോഗിനൊപ്പം അവൾ ഇതേ സ്ഥലത്തേക്ക് തിരിച്ചുവരുമെന്ന് അന്നവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അന്നത്തെ ആ യാത്രയുടെ ഭാഗങ്ങൾ പുനരാവിഷ്കരിക്കുമ്പോൾ
കൂടുതൽ അവശിഷ്ടങ്ങൾ കാണുമ്പോൾ ഇതെങ്ങനെ സാധിച്ചു എന്നവൾ സ്വയം ചോദിക്കും. അപ്പോഴും ചില ചോദ്യങ്ങൾക്ക് മാത്രം അവൾക്ക് ഉത്തരം കിട്ടില്ല. ആദ്യത്തെ കുറേ ദിവസങ്ങളിൽ അവൾ സ്വയം ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. ഒരുതരം മയക്കത്തിലായിരുന്നു. ഡിസംബർ 28-ന് അവളുടെ മുത്തശ്ശി സമ്മാനമായി നൽകിയ സ്വർണ്ണ വാച്ച് നിശ്ചലമായി. വെള്ളം കയറാത്ത വാച്ചായിരുന്നില്ല അത്. എന്നിട്ടും ഇത്രയും വലിയൊരു പരീക്ഷണത്തെ അത് അതിജീവിച്ചിരുന്നു. ആ നിമിഷം കഴിഞ്ഞ വസന്തകാലത്ത് ലിമയിൽ വെച്ചു നടന്ന അവളുടെ കോൺഫർമേഷൻ ചടങ്ങിനെപ്പറ്റി അവൾ ഓർത്തു. അന്ന് അവളുടെ അച്ഛൻ തിരഞ്ഞെടുത്തൊരു വാക്യമുണ്ടായിരുന്നു: ജ്ഞാനം കണ്ടെത്തുന്നവനും വിവേകം ലഭിക്കുന്നവനും ഭാഗ്യവാൻ. വെള്ളി നേടുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് അത്. ആ പഴഞ്ചൊല്ല് തന്റെ അവസ്ഥയ്ക്ക് എത്രത്തോളം യോജിച്ചതാണെന്ന് അവൾക്കപ്പോൾ തോന്നിയില്ല. കാടിന്റെ നിയമങ്ങളെക്കുറിച്ചുള്ള അറിവും വിവേകവും ഇല്ലായിരുന്നെങ്കിൽ താനിന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ലെന്ന് അവൾക്ക് പിന്നീട് മനസ്സിലായി. പിന്നെ 4-ാം ദിവസം അവളുടെ രക്തം മരവിപ്പിക്കുന്നൊരു ശബ്ദം അവൾ കേട്ടു. വലിയ ചിറകുകളുടെ വീശൽ, മറ്റു പക്ഷികളുടേതിനേക്കാൾ ഉച്ചത്തിലുള്ളതും നീണ്ടു നിൽക്കുന്നതുമായ ശബ്ദം. അതൊരു കിങ് വൾച്ചറിന്റെ അഥവാ രാജൻ കഴുകന്റെ ശബ്ദമാണെന്ന് അവൾക്കുറപ്പായിരുന്നു. അമ്മ ഒരു പക്ഷിശാസ്ത്രജ്ഞയായതുകൊണ്ട് അവൾക്ക് ആ ശബ്ദം പരിചിതമായിരുന്നു. കാട്ടിൽ എവിടെയെങ്കിലും വലിയ തോതിൽ ശവം അടിഞ്ഞുകൂടുമ്പോഴാണ് കിങ് വൾച്ചറുകൾ വരാറ്. ആ കഴുകന്മാർ അവിടെയുണ്ടെങ്കിൽ അതിനർത്ഥം അതൊരു ചിന്തയല്ല, ഒരുതരം ഉൾവിളിയായിരുന്നു, അല്ലെങ്കിൽ ഉറച്ച ഒരു ബോധ്യം. ആദ്യമായി ആ കാട്ടിൽ തനിച്ചായ ശേഷം അവൾക്ക് ഭയം തോന്നി. അടുത്ത വളവ് തിരിഞ്ഞപ്പോൾ അവൾ ആ കാഴ്ച കണ്ടു. തന്റേതുപോലൊരു 3 സീറ്റുകളുള്ള ബെഞ്ച്. പക്ഷേ ഇത് തലകുത്തി മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. യാത്രക്കാരുടെ തലകളും മണ്ണിനടിയിലാണ്. അവരുടെ കാലുടെ മാത്രം വികൃതമായി മുകളിലേക്ക് തള്ളി നിൽക്കുന്നു. അവൾ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ അതിനു മുൻപ് ഒരു ശവശരീരം കണ്ടിട്ടുള്ളൂ. 6-ാമത്തെ വയസ്സിൽ പുക്കാൽപ്പയിൽ അമ്മ പക്ഷികളെ നിരീക്ഷിക്കാൻ പോയപ്പോൾ ഒരു മരമില്ലുടമയുടെ വീട്ടിലാണ് അവളെ ഏൽപ്പിച്ചത്. അവരുടെ അയൽപക്കത്തൊരു കുട്ടി മരിച്ചിരുന്നു. അന്ന് അവരവളെയും കൊണ്ട് ആ വീട്ടിലേക്ക് പോയി. മരിച്ച കുട്ടിയെ ഒരുക്കി കിടത്തിയിരിക്കുന്ന കാഴ്ച, വയർവീർത്ത ആ ശരീരം, ഒരുതരം കൗതുകത്തോടെയാണ് അവൾ അന്ന് നോക്കിയത്, കുട്ടികളുടെ നിഷ്കളങ്കതയോടെ. പക്ഷെ ഇന്നത്തെ ഈ കാഴ്ച അവളുടെ നെഞ്ചു പിളർന്നു. പേര് പറയാനാവാത്ത ഒരു ഭീകരത അവളെ പിടികൂടി. എങ്കിലും അവൾ സ്വയം ധൈര്യം സംഭരിച്ച് ആ ശവശരീരങ്ങളുടെ അടുത്തേട്ട് പോയി. അവ ഇപ്പോഴും കേടുപാടുകൾ കൂടാതെ ഇരിക്കുന്നു. പക്ഷെ മരങ്ങളിൽ കിങ് വെൾച്ചറുകൾ കാത്തിരിക്കുന്നുണ്ട്. അതൊരു നല്ല കാഴ്ചയായിരുന്നില്ല. ഭീകരമായൊരു ചിന്ത അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. ഇതെന്റെ അമ്മയാണോ? അവൾ വളരെ പതുക്കെ ശ്രദ്ധയോടെ ആ സ്ത്രീയുടെ അടുത്തേക്ക് നീങ്ങി. അവരുടെ കാലുകളിലേക്ക് നോക്കി. ഒരു ചെറിയ വടിയെടുത്ത് ആ കാൽപാദം പതുക്കെ തിരിച്ചു. കാൽ വിരലുകളിലെ നഖങ്ങൾ കാണാൻ. അവ പോളിഷ് ചെയ്തിരുന്നു. അവൾക്ക് സമാധാനമായി. അമ്മ ഒരിക്കലും നഖങ്ങൾ പോളിഷ് ചെയ്യാറില്ല. ആ നിമിഷം താൻ എത്ര മണ്ടിയാണെന്ന് അവൾക്ക് തോന്നി. ഈ സ്ത്രീ തന്റെ അമ്മയാകാൻ ഒരു സാധ്യതയുമില്ല. കാരണം അമ്മ തന്റെ തൊട്ടടുത്ത സീറ്റിലായിരുന്നല്ലോ ഇരുന്നത്. എന്തുകൊണ്ടാണ് തനിക്കത് നേരത്തെ ഓർമ്മ വരാതിരുന്നത്? അവൾക്ക് വല്ലാത്തൊരാശ്വാസം തോന്നി. പിന്നീട് അതിന്റെ പേരിൽ അവൾക്ക് ലജ്ജ തോന്നും. അവൾ ചുറ്റും നോക്കി, വേറെ ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന്. കുറച്ച് ലോഹക്കഷണങ്ങൾ അവിടെയും ഇവിടെയുമായി ചിതറിക്കിടപ്പുണ്ട്, അല്ലാതെ മറ്റൊന്നുമില്ല. അവൾ തിരിഞ്ഞു നടന്നു. വീണ്ടും രക്ഷാപ്രവർത്തകരുടെ വിമാനങ്ങളുടെ ശബ്ദം. അവൾക്ക് വേഗം പോകണം. ഓരോ ദിവസവും ഒരേപോലെ കടന്നുപോയി. പകലും രാത്രിയും തിരിച്ചറിയാൻ അവൾ ദിവസങ്ങൾ എണ്ണി തുടങ്ങി. ഉഷ്ണമേഖലാ കാടുകളിൽ കൃത്യം 6 മണിക്ക് വെളിച്ചം വീഴും, 6 മണിക്ക് ഇരുട്ടാകും. പക്ഷെ സൂര്യനെ അവൾക്ക് കാണാനേ കഴിഞ്ഞില്ല. അത്രയ്ക്ക് ഇടതൂർന്നതായിരുന്നു ആ കാട്. കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ മിഠായിയും അവൾ കഴിച്ചു തീർത്തു. മറ്റൊന്നും കഴിക്കാൻ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. മഴക്കാലമായതുകൊണ്ട് പഴങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കയ്യിലൊരു കത്തിയുണ്ടായിരുന്നെങ്കിൽ പനയുടെ ഹൃദയം വെട്ടിയെടുത്ത് കഴിക്കാമായിരുന്നു. മീൻ പിടിക്കാനോ കിഴങ്ങുകൾ പാകം ചെയ്യാനോ ഒരു വഴിയുമില്ലായിരുന്നു. കാട്ടിൽ കാണുന്ന പലതും വിഷമുള്ളതാണെന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് അറിയാത്ത ഒന്നിനെയും അവൾ തൊട്ടില്ല. പക്ഷെ അവൾ ധാരാളം വെള്ളം കുടിച്ചു. ആ തോട്ടിലെ വെള്ളത്തിന് തവിട്ട് നിറമായിരുന്നു. അതിൽ മണ്ണും ഇലകളും പൊങ്ങിക്കിടന്നിരുന്നു. പക്ഷെ അവൾക്ക് വിശപ്പ് തോന്നിയില്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. കാട്ടിലെ അരുവികളിലെ വെള്ളം ശുദ്ധമാണെന്ന് അവൾക്കറിയാമായിരുന്നു. എങ്കിലും പൻഗ്വാനയിൽ അവർ എപ്പോഴും വെള്ളം തിളപ്പിച്ചാണ് കുടിക്കാറ്. ആ ഓർമ്മ അവളുടെ മനസ്സിലൂടെ കടന്നുപോയെങ്കിലും അവൾക്ക് വേറെ വഴിയില്ലായിരുന്നു. ഒന്നും കഴിക്കാത്തതുകൊണ്ട് ജീവൻ നിലനിർത്താൻ വെള്ളം കുടിച്ചേ മതിയാകൂ. ദിവസങ്ങൾ കടന്നുപോയി. ഡിസംബർ 29 അല്ലെങ്കിൽ 30, 5-6 ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. ഒരുതരം മരവിപ്പലായിരുന്ന അവളുടെ മനസ്സിലേക്ക് പെട്ടെന്നൊരു സന്തോഷം ഇരച്ചു കയറി. അവൾ ഒരു പക്ഷിയുടെ കരച്ചിൽ കേട്ടു. അതൊരു സാധാരണ കരച്ചിലായിരുന്നില്ല. ഒരുതരം മൂളലും മുരൾച്ചയും കലർന്ന, ഒരിക്കലും മറക്കാനാവാത്ത ഒരു ശബ്ദം. ഹോട്ട്സിൻ പക്ഷികളുടെ ശബ്ദമാണതെന്ന് അവൾക്കുറപ്പായിരുന്നു. പൻഗ്വാനയിൽ
അവൾ ആ ശബ്ദം ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. ആ പക്ഷികൾ കൂടുകൂട്ടുന്നത് വലിയ നദികളുടെ അടുത്താണ്, തുറന്ന സ്ഥലങ്ങളിലാണ്. അവിടെയാണ് മനുഷ്യരും താമസിക്കാറ്. പുതിയൊരു ഊർജത്തോടെ അവൾ ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് നടന്നു. താമസിയാതെ അവൾ ആ കാഴ്ച കണ്ടു. അവൾ നടന്നുവന്ന തോട് ഒരു നദിയിലേക്ക് ചേരുന്നു. പക്ഷെ അവിടെയെത്താൻ അവൾ വിചാരിച്ചതിലും പ്രയാസമായിരുന്നു. നദിയുടെ മുഖം മുഴുവൻ മരത്തടികളും കുറ്റിക്കാടുകളും കൊണ്ട് അടഞ്ഞു കിടക്കുകയാണ്. വെറും കൈകൊണ്ട് അത് വകഞ്ഞുമാറ്റിപ്പോകാൻ കഴിയില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ തോടിലെന്നിറങ്ങി കാട്ടിലൂടെ ആ തടസ്സങ്ങളെ ചുറ്റിപ്പോകാൻ തീരുമാനിച്ചു. മണിക്കൂറുകളെടുത്തു അവൾക്ക് ആ കാട്ടിലൂടെ വഴി കണ്ടെത്താൻ. 15 അടിയോളം ഉയരമുള്ള ക്യാനാബ്രാവ എന്നറിയപ്പെടുന്ന മുള പോലുള്ള ചെടികൾക്കിടയിലൂടെ അവൾക്ക് പോകണമായിരുന്നു. അതിന്റെ മൂർച്ചയേറിയ ഇലകൾ അവളുടെ കയ്യിലും കാലിലും മുറിവുണ്ടാക്കി. പക്ഷേ ഹോട്ട്സനുകളുടെ കരച്ചിലും രക്ഷാപ്രവർത്തകരുടെ വിമാനങ്ങളുടെ ഇരമ്പലും അവൾക്ക് മുന്നോട്ടു പോകാനുള്ള ധൈര്യം നൽകി. അവസാനം അവൾ ആ വലിയ നദിയുടെ കരയിലെത്തി. അതിന് ഏകദേശം 30 അടി വീതിയുണ്ടായിരുന്നു. പക്ഷെ അവിടെയെങ്ങും ഒരു മനുഷ്യജീവിയില്ലായിരുന്നു. നദിയിലൂടെ ഒഴുകി നടക്കുന്ന മരത്തടികൾ കാരണം അതിലൂടെ ബോട്ടുകൾക്ക് പോകാൻ കഴിയില്ലെന്നും അവൾക്ക് മനസ്സിലായി. അവൾ ആകാശത്തേക്ക് നോക്കി. എത്രയോ ദിവസങ്ങൾക്ക് ശേഷം അവൾ വീണ്ടും തുറന്ന ആകാശം കണ്ടു. പക്ഷേ രക്ഷാപ്രവർത്തകരുടെ വിമാനങ്ങളെവിടെ? അവയുടെ ശബ്ദം ദൂരെ കേൾക്കാം, പക്ഷെ അവയൊന്നും അടുത്തു വരുന്നില്ല. ഒരു വിമാനം അവൾക്ക് മുകളിലൂടെ ഒന്ന് പറന്നുപോയി. അവൾ കൈ വീശി ഉറക്കെ കൂവി വിളിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. അത് തിരിഞ്ഞുപോയി. അവൾക്ക് മനസ്സിലായി, അവർ തിരച്ചിൽ നിർത്തിയിരിക്കുന്നു. ഒരുപക്ഷേ മറ്റുള്ളവരെയെല്ലാം കണ്ടെത്തിയിരിക്കാം, തന്നെ ഒഴിച്ച്. ആ ചിന്തയിൽ അവളുടെ ഉള്ളിൽ അടക്കാനാവാത്ത ദേഷ്യം ഇരച്ചുകയറി. ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം തുറന്നൊരിടത്തെത്തിയിട്ട് ഇപ്പോൾ അവർ തിരിഞ്ഞുപോകുന്നോ? പക്ഷെ ആ ദേഷ്യം പെട്ടെന്ന് കെട്ടടങ്ങി. അതിൻ്റെ സ്ഥാനത്ത് ഭീകരമായൊരു നിരാശ വന്നു. അവൾ ആ വലിയ നദിയുടെ കരയിൽ തനിച്ചായി. ആയിരക്കണക്കിന് ചതുരശ്ര മൈലുകൾ പരന്നുകിടക്കുന്ന ആ കാട്ടിൽ ഒരു മനുഷ്യനെ കണ്ടുമുട്ടാനുള്ള സാധ്യത എത്ര നിഷ്ഠോന്യാണെന്ന് അവൾക്കറിയാമായിരുന്നു. പക്ഷെ അവൾ തളർന്നില്ല. ഇതൊരു യഥാർത്ഥ നദിയാണ്. എവിടെ ഒരു നദിയുണ്ടോ അവിടെ മനുഷ്യരുമുണ്ടാകും. അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു. വൈകിയാണെങ്കിലും താൻ അവിടെ എത്തും. നിരാശപ്പെടാൻ സമയമില്ല, മുന്നോട്ടു പോകണം. അവൾ ആലോചിച്ചു, ഇനി എന്തു ചെയ്യണം? നദിക്കരയിലൂടെ നടക്കാൻ കഴിയില്ല, അത്രയ്ക്ക് കാടാണ്. ചെരുപ്പില്ലാത്ത കാലുകൊണ്ട് ഒരു വിഷപ്പാമ്പിനെയോ ചിലന്തിയെയോ ചവിട്ടാൻ സാധ്യതയുണ്ട്. അവൾ വെള്ളത്തിലിറങ്ങി കരയോട് ചേർന്ന് നടക്കാൻ തീരുമാനിച്ചു. പക്ഷേ അതിനു മുൻപ് അവൾ ഒരു വടി കണ്ടെടുത്തു, നിലത്ത് തട്ടിനോക്കി മുന്നോട്ടു പോകാൻ. നദിക്കരയിലെ ചെളിയിൽ വിഷമുള്ള തിരണ്ടി മത്സ്യങ്ങൾ ഒളിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. അവയെ ചവിട്ടിയാൽ അവയുടെ വിഷമുള്ള മുള്ളു കാലിൽ തറയ്ക്കും. കാൽ നീരുവന്നു വീർക്കും, പനിക്കും. ആ വിഷം മാരകമല്ലെങ്കിലും മുറിവിൽ ചെളി കയറി അണുബാധയുണ്ടാകാം. ഈ അവസ്ഥയിൽ അങ്ങനെയൊന്ന് സംഭവിച്ചാൽ അത് മരണത്തിന് തുല്യമാണ്. പങ്ക്വാനിയിൽ വെച്ച് മാതാപിതാക്കളും അയൽക്കാരും പറഞ്ഞുകൊടുത്ത പാഠങ്ങൾ അവൾ ഓർത്തു. അവളുടെ യാത്ര ദുഷ്കരമായിരുന്നു. വെള്ളത്തിൽ വഴുക്കുള്ള പാറകളും ആഴത്തിലുള്ള ചെളിയുമായിരുന്നു. അവൾ നദിയുടെ നടുവിലൂടെ നീന്താൻ തീരുമാനിച്ചു. അവിടെ തിരണ്ടികളിൽ നിന്ന് രക്ഷപ്പെടാം. പകരം പിരാനകളുണ്ട്. പക്ഷേ അവ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലെ അപകടകാരികളാകൂ എന്നവൾ പഠിച്ചിട്ടുണ്ട്. ചീങ്കണ്ണിലുമുണ്ട്. പക്ഷേ അവ സാധാരണയായി മനുഷ്യരെ ആക്രമിക്കാറില്ല. അവൾ ഒഴുക്കിനനുസരിച്ച് നീങ്ങി. ഭയം പോയിരുന്നു. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമെന്ന ആത്മവിശ്വാസം തിരിച്ചു വന്നിരുന്നു. രക്ഷാപ്രവർത്തകർ തിരച്ചിൽ അവസാനിപ്പിക്കുകയാണെന്ന് അവൾക്കറിയില്ലായിരുന്നു. പക്ഷേ അവളുടെ ഉള്ളിലിരുന്ന് ആരോ അത് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. വിമാനാവശിഷ്ടങ്ങളുടെ ഒരു തുരുമ്പുപോലും കണ്ടെത്താനാവാത്തത് അവരെ നിരാശരാക്കിയിരുന്നു. ഒരുപക്ഷെ അമ്മയെപ്പോലെ മറ്റു ചിലരും ആ വീഴ്ചയെ അതിജീവിച്ചിരിക്കാം. പക്ഷേ അവർക്കൊന്നും അപകടസ്ഥലത്തു നിന്ന് രക്ഷപ്പെടാനുള്ള ഭാഗ്യമുണ്ടായില്ല. ആ ചിന്ത അവളുടെ ഓരോ രാത്രിയെയും വേട്ടയാടി. തലക്കേറ്റ ക്ഷതത്തിന്റെ മരവിപ്പ് മാറിയതോടെ അവളുടെ രാത്രികളിലെ ഉറക്കം നഷ്ടപ്പെട്ടു. അതൊരു ഉറക്കമായിരുന്നില്ല, മയക്കം മാത്രമായിരുന്നു. രാത്രികൾ നീണ്ടു. കൂരിരുട്ടും ഏകാന്തതയും അവളെ ഭ്രാന്ത് പിടിപ്പിച്ചു. സൂര്യൻ താഴാൻ തുടങ്ങുമ്പോൾ ഏകദേശം 5 മണിയോടെ അവൾ രാത്രി കഴിച്ചുകൂട്ടാൻ സുരക്ഷിതമായ ഒരിടം തിരഞ്ഞു തുടങ്ങും. ഒരു മരത്തിന്റെ ചുവടോ ചെറിയ കുന്നിന്റെ ചെരിവോ, പുറകിൽ നിന്നൊരു സംരക്ഷണം കിട്ടുന്ന ഒരിടം. പക്ഷെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഒന്നുകിൽ കൊതുകുകൾ, അല്ലെങ്കിൽ അതിലും ചെറിയ ഈച്ച പോലുള്ള പ്രാണികൾ. അവ അവളെ ജീവനോടെ തിന്നുന്നതുപോലെ തോന്നി. തലയ്ക്ക് ചുറ്റും അവയുടെ മൂളൽ. ചെവിയിലും മൂക്കിലും കയറാൻ അവ ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ രാത്രികൾ നരകതുല്യമായിരുന്നു.
തളർന്നവൾ മയങ്ങുമ്പോൾ പുതിയൊരു കടിയുടെ നീറ്റലിൽ അവൾ ഞെട്ടിയുണരും. അല്ലെങ്കിൽ അതിലും ഭീകരമായി മഴ പെയ്യും. അപ്പോൾ കൊതുകുകൾ അപ്രത്യക്ഷമാകും. പക്ഷെ തണുത്ത മഴത്തുള്ളികൾ ഒരു സൂചി കൊണ്ട് കുത്തുന്നതുപോലെ അവളുടെ ദേഹത്ത് വന്ന് തറയ്ക്കും. നേർത്ത ആ വേനൽക്കാല വസ്ത്രത്തിൽ നനഞ്ഞൊട്ടി അവൾ വിറച്ചുകൊണ്ടിരുന്നു. പകൽ എത്ര ചൂടാണെങ്കിലും മഴക്കാലത്ത് രാത്രിയിൽ തണുപ്പ് അസ്ഥികളിലേക്ക് തുളച്ചു കയറും. കാറ്റുകൂടി വരുമ്പോൾ ആ തണുപ്പ് സഹിക്കാനാവില്ല. അവൾ വലിയ ഇലകൾ ശേഖരിച്ച് സ്വയം പുതയ്ക്കാൻ ശ്രമിക്കും. പക്ഷെ ഒരു ഫലവുമില്ല. ആ കറുത്ത രാത്രികളിൽ എല്ലായിടത്തും നനഞ്ഞ് ഒരു രക്ഷയുമില്ലാതെ പ്രപഞ്ചത്തിൽ താൻ ഒറ്റയ്ക്കാണെന്ന ഭീകരമായൊരു തോന്നൽ അവളെ പൊതിയും. ആ നിമിഷങ്ങളിൽ അവൾ തകർന്നു പോകുമായിരുന്നു. അവൾ അമ്മയെപ്പറ്റി ഒരുപാട് ഓർത്തു. അമ്മയ്ക്ക് എന്തു പറ്റിയിരിക്കും? അമ്മ രക്ഷപ്പെട്ട് കാണുമോ? ആ 3 പേരെ പോലെ അമ്മയും മണ്ണിൽ പുതഞ്ഞു പോയിരിക്കുമോ എന്ന് ചിന്തയെ അവൾ ഭയന്നു. അച്ഛൻ എന്തു ചെയ്യുകയായിരിക്കും? ഈ വാർത്ത അച്ഛൻ അറിഞ്ഞു കാണുമോ? എങ്ങനെയാണ് താൻ മാത്രം കാട്ടിൽ ഒറ്റയ്ക്കായതെന്ന് അവൾ അത്ഭുതപ്പെട്ടു. മറ്റുള്ളവരെവിടെ പോയി? വിമാനം എവിടെ അപ്രത്യക്ഷമായി? അതുവരെയുള്ള തന്റെ ജീവിതത്തെപ്പറ്റി അവൾ ഓർത്തു. തികച്ചും സാധാരണമായൊരു ജീവിതം. അവൾക്ക് മൃഗങ്ങളെ ഇഷ്ടമായിരുന്നു, പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമായിരുന്നു, കൂട്ടുകാരുടെ കൂടെ സിനിമയ്ക്ക് പോകുമായിരുന്നു. ജീവിതത്തിന്റെ അർത്ഥത്തെപ്പറ്റിയൊന്നും അവൾ അധികം ചിന്തിച്ചിരുന്നില്ല. ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം വളർന്നെങ്കിലും അവരുടെ മാതാപിതാക്കൾ ഒരുതരം പ്രകൃതിയെ ആരാധിക്കുന്നവരായിരുന്നു. സൂര്യനാണ് എല്ലാ ജീവന്റെയും അടിസ്ഥാനമെന്നവർ വിശ്വസിച്ചു. സ്വന്തമായി അഭിപ്രായങ്ങൾ രൂപീകരിക്കാനാണ് അവരവളെ പഠിപ്പിച്ചത്. ആ രാത്രികളിൽ അവൾ പ്രാർത്ഥിച്ചു, അമ്മയ്ക്ക് വേണ്ടി. അവൾക്ക് അമ്മയുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു, അച്ഛനേക്കാൾ. അച്ഛന്റെ ഹൃദയത്തിലേക്ക് അമ്മയ്ക്കല്ലാതെ മറ്റാർക്കും പ്രവേശനമില്ലായിരുന്നു. താൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നതൊരു അത്ഭുതമാണെന്ന് അവൾക്കറിയാമായിരുന്നു. എങ്കിൽ പിന്നെ ഈ പരീക്ഷണത്തെയും താൻ അതിജീവിക്കണം. ആളുകളെ കണ്ടെത്താൻ, രക്ഷപ്പെടാൻ അവൾ പ്രാർത്ഥിച്ചു. ജീവിക്കണം. ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ശരീരത്തിന്റെ ഓരോ അണുവിലും ആ ആഗ്രഹം ആളിക്കത്തി. ഈ ദുരിതങ്ങളെല്ലാം കഴിയുമ്പോൾ തന്റെ ജീവിതം കൊണ്ട് എന്തു ചെയ്യുമെന്ന് അവൾ ആലോചിച്ചു. അതിനു മുൻപ് അവൾക്ക് മൃഗങ്ങളെ ഇഷ്ടമായിരുന്നു, സസ്യങ്ങളെപ്പറ്റി പഠിക്കാൻ താൽപ്പര്യമായിരുന്നു. മാതാപിതാക്കൾ ചെയ്യുന്ന ജോലി അവൾക്കിഷ്ടമായിരുന്നു. എന്തിനെ എന്നൊന്നും അവൾ ചോദിച്ചിരുന്നില്ല. പക്ഷേ ആ മഴ പെയ്ത രാത്രികളിൽ അവൾക്ക് തോന്നി, തന്റെ ജീവിതം വലുതായ ഒന്നിനു വേണ്ടി ഉഴിഞ്ഞുവെക്കണം. മനുഷ്യർക്കും പ്രകൃതിക്കും ഉപകാരപ്പെടുന്ന അർത്ഥവത്തായ ഒന്ന്. കാരണം ആ വിമാനത്തിൽ നിന്ന് താൻ മാത്രം രക്ഷപ്പെട്ടതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടായേ മതിയാകൂ. ആ ചെറിയ പരിക്കുകൾ പക്ഷേ അവളെ അലട്ടാൻ തുടങ്ങിയിരുന്നു. കണങ്കാലിലെ മുറിവിൽ വെളുത്ത മാംസം വളർന്നു വരുന്നു. വേദനയില്ല. പക്ഷേ തോളിലെ മുറിവിന്റെ കഥ അതായിരുന്നില്ല. തല തിരിച്ചു നോക്കിയപ്പോൾ അവൾ ആ ഭീകര ദൃശ്യം കണ്ടു. വെളുത്ത പുഴുക്കൾ മുറിവിൽ നിന്ന് തല നീട്ടുന്നു. ഈച്ചകൾ മുറിവിൽ മുട്ടയിട്ടിരിക്കുന്നു. ആ പുഴുക്കൾ ഇപ്പോൾ 1/2 ഇഞ്ച് നീളത്തിലെത്തിയിരിക്കുന്നു. ആ കാഴ്ച അവളെ ഭയപ്പെടുത്തി. കാരണം അതിനെപ്പറ്റി അവൾക്ക് നന്നായി അറിയാമായിരുന്നു. അവളുടെ ജർമ്മൻ ഷെപ്പേർഡ് നായ ലോബോയ്ക്ക് ഒരിക്കൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരു ചെറിയ മുറിവിൽ ഈച്ചകൾ മുട്ടയിട്ടു. ആ പുഴുക്കൾ തൊലിക്കടിയിലൂടെ തുരന്നുപോയി, രക്തക്കുഴലുകളെ തൊടാതെ. അതുകൊണ്ട് രക്തം വന്നില്ല. അവസാനം ആ കാൽ നീരുവെച്ച് നാറാൻ തുടങ്ങി. അപ്പോഴാണ് അവർ കാര്യം മനസ്സിലാക്കുന്നത്. ആൽക്കഹോൾ ഒഴിച്ച് പുഴുക്കളെ പുറത്തെടുക്കാം, പക്ഷെ നായ്ക്ക് വേദന സഹിക്കാനാവില്ല. അതുകൊണ്ടവർ മണ്ണെണ്ണ ഒഴിച്ച് ലോബോയുടെ മുറിവിൽ നിന്ന് പുഴുക്കൾ ഒന്നൊന്നായി പുറത്തു വന്നതും പിന്നീട് ആ മുറിവ് ഉണങ്ങിയതും അവൾ ഓർത്തു. ഇപ്പോൾ തനിക്ക് എന്തു ചെയ്യണമെന്ന് അവൾക്ക് കൃത്യമായി അറിയാമായിരുന്നു. ആ പുഴുക്കളെ പുറത്തെടുക്കണം. പക്ഷേ കയ്യിൽ ആൽക്കഹോളോ മണ്ണെണ്ണയോ ഇല്ല. ആകെയുള്ളതൊരു വെള്ളിമോതിരമാണ്. അവൾ അതെടുത്ത് നിവർത്തി ഒരു കൊടിലുപോലെയാക്കി ആ പുഴുക്കളെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൾ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും പുഴുക്കൾ മാംസത്തിനുള്ളിലേക്ക് വലിഞ്ഞുപോയി. വാച്ചിന്റെ ബക്കിൾ കൊണ്ട് ശ്രമിച്ചു, പക്ഷേ അതും നടന്നില്ല. സ്വന്തം ശരീരത്തിനുള്ളിൽ നിന്ന് തന്നെ ജീവനോടെ തിന്നുന്നൊരു ജീവി. ആ ചിന്ത അവളെ വല്ലാതെ അലട്ടി. പുഴുക്കൾ അപകടകാരികളല്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അവ മുറിവ് വൃത്തിയാക്കുകയാണ് ചെയ്യുക. പക്ഷേ അണുബാധയുണ്ടാകാൻ സാധ്യതയുണ്ട്. തവിട്ടു നിറമുള്ള അഴുക്ക് നിറഞ്ഞ നദിയിലാണ് താൻ ദിവസം മുഴുവൻ നീന്തുന്നത്. അങ്ങനെയൊന്ന് സംഭവിച്ചാൽ ഒരുപക്ഷെ ആ കൈ മുറിച്ചു മാറ്റേണ്ടി വരും. തൽക്കാലം ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവൾ നീന്തൽ തുടർന്നു. നദിക്കരയിലും മൃഗങ്ങൾക്കൊന്നും അവളെ പേടിയില്ലായിരുന്നു. കീരികളെയും മാനുകളെയും അവൾ കണ്ടു. അവയൊന്നും ഓടിപ്പോയില്ല. കുരങ്ങന്മാരുടെ ശബ്ദം അവൾ തൊട്ടടുത്തു നിന്ന് കേട്ടു. സാധാരണയായി അവ മനുഷ്യരെ കാണുമ്പോൾ ഓടിപ്പോകാറാണ്. അതിനർത്ഥം ഈ നദിയും കാടും ഇതുവരെ മനുഷ്യരുമായ അധികം സമ്പർക്കത്തിൽ വന്നിട്ടില്ല. ഇനിയും ഒരുപാട് ദൂരം പോയാലേ മനുഷ്യവാസമുള്ള ഒരിടത്തെത്തൂ. ആ ചിന്തയെ അവൾ മനസ്സിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിച്ചു. ദിവസം കഴിയുന്തോറും അവൾ കൂടുതൽ ക്ഷീണിതയായി. വിശപ്പ് തോന്നിയില്ലെങ്കിലും
ശരീരം തളരുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും കഴിച്ചേ മതിയാകൂ എന്ന് അവൾക്കറിയാമായിരുന്നു. എത്ര ദിവസമായി താൻ നടക്കാൻ തുടങ്ങിയിട്ട്? 7 8 അവൾ വിരലുകളിൽ എണ്ണി നോക്കി. ഒരുപക്ഷെ 1972 പുതുവർഷം തുടങ്ങിയിരിക്കാം. അമ്മയ്ക്ക് അച്ഛന്റെ കൂടെ പുതുവർഷം ആഘോഷിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് അമ്മ നേരത്തെ പോകാൻ തിടുക്കം കൂട്ടിയത്. അച്ഛൻ ഇപ്പോൾ എവിടെയായിരിക്കും? അവളുടെ അച്ഛൻ ആ ദിവസങ്ങളിൽ എഴുതിയ കത്തുകൾ പിന്നീട് അവൾക്ക് കിട്ടി. ഡിസംബർ 31 അദ്ദേഹം എഴുതി. ഒരാഴ്ച കഴിഞ്ഞു. ഇപ്പോഴും വിമാനം കണ്ടെത്തിയിട്ടില്ല. ഓരോ കിംവദന്തികളും ഓരോ സാധ്യതകളും അദ്ദേഹം ആ കത്തിൽ കുറിച്ചിരുന്നു. പിന്നീട് ഒരു അമേരിക്കൻ മിഷണറിയുടെ വിമാനം വന്നിറങ്ങിയപ്പോൾ വിമാനം എവിടെയോ ഇടിച്ചിറക്കിയിരിക്കാം എന്നൊരു വാർത്ത കേട്ടപ്പോൾ ആ മനുഷ്യന്റെ കൈപ്പടയിൽ പ്രതീക്ഷയുടെ ഒരു തിളക്കം കാണാമായിരുന്നു. ഇതൊന്നും അറിയാതെ അവൾ ആ കാട്ടിൽ ഒരൊറ്റ ലക്ഷ്യത്തോടെ മുന്നോട്ടു പോവുകയായിരുന്നു. മനുഷ്യരെ കണ്ടെത്തണം. പകൽ അവൾ നീന്തി, അല്ലെങ്കിൽ ഒഴുക്കിനനുസരിച്ച് ഒഴുകി. രാത്രിയിൽ വലിയ മൃഗങ്ങളെയും അവൾ കണ്ടുമുട്ടി. ഒരിക്കൽ ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ തൊട്ടടുത്ത ഒരുതരം ചീറ്റലും മാന്തലും കേട്ടു. അതൊരു പുലിയോ കടുവയോ അല്ലെന്ന് അവൾക്കുറപ്പായിരുന്നു. ഒരുപക്ഷെ ഒരു മജാസായിരിക്കാം, വലിയൊരു എലിവർഗത്തിൽപ്പെട്ട മൃഗം. അവൾ ഒന്ന് ചുമച്ചപ്പോൾ ആ മൃഗം പേടിച്ചോടിപ്പോയി. പിറ്റേന്ന് രാവിലെ പുറത്ത് നല്ല വേദന. നോക്കിയപ്പോൾ രക്തം വരുന്നു. വെള്ളത്തിൽ നീന്തി സൂര്യരശ്മികളേറ്റ് അവളുടെ തൊല്ലി പൊള്ളി അടർന്നുപോയിരുന്നു. അതൊരു 2 ഡിഗ്രി പൊള്ളലായിരുന്നു. ഒന്നും ചെയ്യാനില്ല. അവൾ യാത്ര തുടർന്നു. ഒഴുക്ക് ശക്തമായതുകൊണ്ട് അധികം ആയാസപ്പെടേണ്ടി വന്നില്ല. ഒഴുകിപ്പോകുന്ന മരത്തടികളിൽ ഇടിക്കാതിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചു. കാഴ്ചക്കുറവ് കാരണം അവൾക്ക് പലപ്പോഴും ഓരോന്ന് തോന്നി. ദൂരെ ഒരു വീടിന്റെ മേൽക്കൂര കാണുന്നതുപോലെ, കോഴികൾ കൊക്കുന്നതുപോലെ. പക്ഷേ അതൊന്നും അതായിരുന്നില്ല. അതൊരു പ്രത്യേകതരം പക്ഷിയുടെ കരച്ചിലായിരുന്നു. ഓരോ തവണയും പ്രതീക്ഷയോടെ നോക്കി പിന്നെ നിരാശപ്പെടുമ്പോൾ അവൾ സ്വയം ശകാരിക്കും. എന്തൊരു മണ്ടിയാണ് നീ! അതൊന്നും കോഴികളല്ലെന്ന് നിനക്കറിയാമല്ലോ. പക്ഷെ വീണ്ടും വീണ്ടും അവൾ കബളിപ്പിക്കപ്പെട്ടു. മനുഷ്യരെ കണ്ടെത്താനുള്ള ആഗ്രഹം അത്രയ്ക്ക് ശക്തമായിരുന്നു. അവസാനം അവൾ മുൻപൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്തൊരു തരം നിർവികാരതയിലേക്ക് വഴുതി വീണു. അവൾ തളർന്നിരുന്നു. ഭയാനകമായി തളർന്നിരുന്നു. രാത്രികളിൽ അവൾ ഭക്ഷണത്തെപ്പറ്റി സ്വപ്നം കണ്ടു. വലിയ സദ്യകളെപ്പറ്റി, സാധാരണ ഭക്ഷണങ്ങളെപ്പറ്റി. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് ആ തണുത്ത വെള്ളത്തിലേക്കിറങ്ങാൻ അവൾ കൂടുതൽ പ്രയാസപ്പെട്ടു. ഇനിയും മുന്നോട്ടു പോകുന്നതിൽ അർത്ഥമുണ്ടോ? ഉണ്ട്, അവൾ സ്വയം പറഞ്ഞു. അവസാനത്തെ ശക്തിയും സംഭരിച്ച് മുന്നോട്ടു പോകണം. ഇവിടെ കിടന്നാൽ മരിക്കും. ഒരിക്കൽ നട്ടുച്ചയ്ക്ക് അവൾ നദിയിലെ ഒരു മണൽത്തിട്ടയിൽ തളർന്നു കിടന്നു. അപ്പോഴാണ് തൊട്ടടുത്തൊരു ശബ്ദം കേട്ടത്. ചെറിയ ചീങ്കണ്ണി കുഞ്ഞുങ്ങളുടെ ശബ്ദം. കണ്ണു തുറന്നപ്പോൾ അവൾ കണ്ടത് 8 ഇഞ്ചു മാത്രം വലിപ്പമുള്ള ചീങ്കണ്ണി കുഞ്ഞുങ്ങൾ തന്റെ തൊട്ടടുത്ത് നിൽക്കുന്നതാണ്. അവൾ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. ഈ കുഞ്ഞുങ്ങളുടെ അമ്മ അടുത്തെവിടെങ്കിലും ഉണ്ടാകും. അത് തന്നെ ആക്രമിക്കും. അതെ, ആ അമ്മ ചീങ്കണ്ണി അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് കാലുകളിൽ ഉയർന്നു നിന്ന് അവളുടെ നേരെ വന്നു. അവൾ പതുക്കെ വെള്ളത്തിലേക്ക് ഊർന്നിറങ്ങി ഒഴുകിപ്പോയി. ചീങ്കണ്ണികൾ എപ്പോഴും വെള്ളത്തിലേക്കാണ് ഓടി രക്ഷപ്പെടാറ് എന്നവൾക്കറിയാമായിരുന്നു. അവ തന്നെ ആക്രമിക്കില്ലെന്നും അവൾ വിശ്വസിച്ചു. പക്ഷെ ഇത്രയധികം ചീങ്കണ്ണികൾ അവിടെയുണ്ടെങ്കിൽ അതിനർത്ഥം ആ നദിക്കരയിൽ മനുഷ്യവാസമില്ല എന്നാണ്. താൻ എവിടെയെങ്കിലും കിടന്നിരുന്നെങ്കിൽ തന്നെ ആരും ഒരിക്കലും കണ്ടെത്തുകയില്ലായിരുന്നുവെന്നവൾക്ക് പിന്നീട് മനസ്സിലായി. അതുകൊണ്ട് അവൾ മുന്നോട്ടുപോയി. ഇനി എഴുന്നേൽക്കാൻ പോലും കഴിയുന്നില്ല. മരിക്കാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും കഴിച്ചേ മതിയാകൂ. എന്ത് കഴിക്കും? മഴക്കാലമായതുകൊണ്ട് തവളകൾ എല്ലായിടത്തും ചാടിച്ചാടി നടക്കുന്നുണ്ട്. അവയെ പിടിച്ചു തിന്നാലോ എന്ന് അവൾക്ക് തോന്നി. പക്ഷേ അവ വിഷമുള്ള തവളകളാണ്. അവയുടെ വിഷം അത്ര ശക്തമല്ലെങ്കിലും ഈ ക്ഷീണിച്ച അവസ്ഥയിൽ അതെങ്ങനെ ബാധിക്കുമെന്നവൾക്കുറപ്പില്ലായിരുന്നു. എങ്കിലും അവൾ ശ്രമിച്ചു. പക്ഷേ ഒന്നിനെപ്പോലും പിടിക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും ആ കോഴികളുടെ കരച്ചിൽ. വീണ്ടും അവൾ കബളിപ്പിക്കപ്പെട്ടു. ഇത്തവണ അവൾക്ക് കരച്ചിൽ വന്നു. 10-ാം ദിവസം അവൾ വെള്ളത്തിലൂടെ ഒഴുകി നീങ്ങുകയായിരുന്നു. മരത്തടികളിൽ ഇടിച്ച് അവയ്ക്ക് മുകളിലൂടെ വലിഞ്ഞു കയറി അവൾ തളർന്നു. വൈകുന്നേരം അവൾക്കുറങ്ങാൻ പറ്റിയ ഒരു ചരൽ തിട്ട് കണ്ടു. അവിടെ ഇരുന്ന് കണ്ണൊന്ന് ചിമ്മിയപ്പോൾ അവൾ എന്തോ ഒന്ന് കണ്ടു. അതവിടെ ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ്. സ്വപ്നമാണെന്ന് വിചാരിച്ച് അവൾ കണ്ണു തുറന്നു നോക്കി. അത് സത്യമായിരുന്നു. നദിക്കരയിൽ ഒരു ബോട്ട്, ഒരു വലിയ ബോട്ട്. അവൾക്ക് വിശ്വസിക്കാനായില്ല. താൻ സ്വപ്നം കാണുകയാണെന്ന് അവൾ സ്വയം പറഞ്ഞു. കണ്ണുകൾ തിരുമി 3 തവണ നോക്കി.
അപ്പോഴും അത് അവിടെയുണ്ട്. ഒരു ബോട്ട്. അവൾ അതിനടുത്തേക്ക് നീന്തി അതിൽ തൊട്ടു. അപ്പോൾ മാത്രമാണ് അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞത്. അതൊരു പുതിയ ബോട്ടായിരുന്നു. ആ ബോട്ടിൽ തൊട്ടപ്പോൾ അവളുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. അത് സത്യമാണ്. അതൊരു തോന്നലല്ല. അവൾ രക്ഷപ്പെട്ടിരിക്കുന്നു. ആ ബോട്ടിനപ്പുറം കരയിലേക്ക് കയറിപ്പോകുന്ന ഒരു ചവിട്ടുപാത അവൾ കണ്ടു. 15-20 അടി മുകളിലേക്ക് പോകുന്ന ഒരു പാത. ഇത്രയും നേരം തനിക്കെന്താ അത് കാണാൻ കഴിയാതിരുന്നത്? അവൾ സ്വയം ചോദിച്ചു. അങ്ങോട്ട് കയറിപ്പോയേ മതിയാകൂ. അവിടെ തീർച്ചയായും മനുഷ്യരുണ്ടാകും. പക്ഷെ അവൾ അത്രയ്ക്ക് ക്ഷീണിതയായിരുന്നു. ആ ഏതാനും അടികൾ കയറാൻ അവൾക്ക് മണിക്കൂറുകളെടുത്തു. അവസാനം അവൾ അവിടെ എത്തി. അതൊരു ടാംബോയായിരുന്നു. മരക്കാലുകളിൽ പനയോല മേഞ്ഞ, പനയുടെ പുറന്തൊലി കൊണ്ട് തറയുണ്ടാക്കിയ ഒരു ചെറിയ കുടിൽ. ഏകദേശം 10 അടി നീളവും 15 അടി വീതിയും കാണും. ആ ബോട്ടിന്റെ ഔട്ട്ബോർഡ് മോട്ടോർ അവിടെ സൂക്ഷിച്ചിരിക്കുന്നു. അതിനടുത്ത് ഒരു ബാരൽ നിറയെ ഗ്യാസോലിനും. പക്ഷെ എവിടെയും മനുഷ്യരില്ല. എങ്കിലും കാട്ടിലേക്ക് പോകുന്നൊരു വഴിയുണ്ട്. ആ ബോട്ടിന്റെ ഉടമസ്ഥൻ ഏതു നിമിഷവും അതിലൂടെ ഇറങ്ങിവരുമെന്ന് അവൾക്കുറപ്പായിരുന്നു. ഗ്യാസോലിൻ കണ്ടപ്പോൾ അവൾക്ക് തന്റെ മുറിവിലെ പുഴുക്കളെ ഓർമ്മ വന്നു. അവൾക്ക് വല്ലാത്ത വേദന തോന്നിത്തുടങ്ങിയിരുന്നു. അവ ലോബോയുടെ ദേഹത്തുനിന്ന് വന്നതുപോലെ ഗ്യാസോലിൻ ഒഴിച്ചാൽ പുറത്തുവരും. ആ ബാരലിന്റെ അടപ്പ് തുറക്കാൻ അവൾക്കൊരുപാട് സമയമെടുത്തു. അതിനടുത്തുണ്ടായിരുന്ന ഒരു ചെറിയ ഹോസ് ഉപയോഗിച്ച് അവൾ കുറച്ച് ഗ്യാസോലിൻ വായിലാക്കി വലിച്ചെടുത്ത് മുറിവിലേക്കിട്ടിച്ചു. ആദ്യം ഭയങ്കര വേദന തോന്നി. പുഴുക്കൾ ഉള്ളിലേക്ക് കൂടുതൽ ആഴത്തിൽ തുറക്കാൻ ശ്രമിക്കുന്നതുപോലെ. പക്ഷെ അവസാനം അവ പുറത്തുവന്നു. വളഞ്ഞ മോതിരം കൊണ്ട് അവൾ 30ഓളം പുഴുക്കളെ പുറത്തെടുത്തു. അവൾ ആകെ തളർന്നുപോയിരുന്നു. ഇനിയും അതിനുള്ളിലുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. എങ്കിലും ആ നിമിഷം അതൊരു വലിയ നേട്ടമായി അവൾക്ക് തോന്നി. എന്നിട്ടും ആരും വന്നില്ല. ഇരുട്ടായി. അവൾ ആ രാത്രി അവിടെ തങ്ങാൻ തീരുമാനിച്ചു. ആദ്യം കുടിലിന്റെ തറയിൽ കിടക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് ഭയങ്കര കട്ടിയായിരുന്നു. അതിലും ഭേദം നദിക്കരയിലെ മണലാണ്. കുടിലിലുണ്ടായിരുന്ന ഒരു ടാർപ്പെടുത്ത് അവൾ സ്വയം പുതച്ച് ആ മണലിൽ കിടന്നു. പ്രാണികളിൽ നിന്ന് രക്ഷ നേടാൻ അത് സഹായിച്ചു. ആ രാത്രി ഏതൊരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഉറങ്ങുന്നതിനേക്കാളും സുഖമായി അവൾ ഉറങ്ങി. പിറ്റേന്ന് രാവിലെ ഉണർന്നപ്പോഴും ആരും വന്നില്ല. എന്തു ചെയ്യണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. ഒരുപക്ഷെ ആഴ്ചകളോളം ഇങ്ങോട്ട് ആരും വരില്ലായിരിക്കാം. വേട്ടക്കാരും മരം വെട്ടുകാരും ഇടയ്ക്ക് മാത്രം ഉപയോഗിക്കുന്ന കുടിലുകളുണ്ടാകാം. മുന്നോട്ടു പോകണോ? ആ ബോട്ടെടുത്ത് നദിയിലൂടെ പോയാലോ എന്നൊരു നിമിഷം അവൾ ചിന്തിച്ചു. പക്ഷെ അതവൾക്ക് ശരിയെന്ന് തോന്നിയില്ല. അതിന്റെ ഉടമസ്ഥൻ ഈ കാട്ടിലെവിടെയെങ്കിലും ഉണ്ടാകാം. അയാൾക്ക് ബോട്ട് ആവശ്യമായി വരും. സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരാളുടെ ജീവിതം അപകടത്തിലാക്കാൻ അവൾക്ക് കഴിയില്ലായിരുന്നു. അതിനു പുറമെ ഈ ക്ഷീണിച്ച അവസ്ഥയിൽ ഒരു ബോട്ട് തുഴഞ്ഞു പോകാൻ തനിക്ക് കഴിയുമോ എന്നും അവൾക്കുറപ്പില്ലായിരുന്നു. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ അവൾ പകൽ മുഴുവൻ അവിടെയിരുന്നു. അപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി. അവൾ ആ കുടിലിലേക്ക് കയറിയിരുന്ന് ടാർപ്പ് പുതച്ച് ഒന്നും മിണ്ടാതെയിരുന്നു. ഇടയ്ക്ക് ഒരു തവളയെ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷെ നടന്നില്ല. ഉച്ചകഴിഞ്ഞ് മഴ നിന്നു. മുന്നോട്ടു പോകണമെന്ന് അവളുടെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ശരീരം അനുവദിച്ചില്ല. കാലുകൾക്ക് എഴുന്നേൽക്കാൻ ശക്തിയില്ലായിരുന്നു. ഒരു ദിവസം കൂടി വിശ്രമിക്കാം, നാളെ പോകാം, അവൾ സ്വയം പറഞ്ഞു. പ്രതീക്ഷയും നിരാശയും മാറി മാറി വന്നു. മറ്റുള്ളവരെയെല്ലാം ഇതിനോടകം കണ്ടെത്തിയിരിക്കാം. ഞാൻ മാത്രം ഇവിടെ ഒറ്റയ്ക്കായി. അവൾ ഓർത്തു. ഒരാൾക്കിങ്ങനെ അപ്രത്യക്ഷനാകാൻ കഴിയുമെന്നത് എത്ര വിചിത്രമാണ്, ആരും അറിയാതെ. താൻ ഇവിടെ മരിച്ചു വീണാൽ താൻ എവിടെയാണെന്നോ തനിക്ക് എന്ത് സംഭവിച്ചുവെന്നോ ആരും ഒരിക്കലും അറിയുകയില്ല. താൻ അനുഭവിച്ച ഈ യാതനകളെല്ലാം ഒരു കഥ പോലുമാകാതെ അവസാനിക്കും. താൻ പതുക്കെ പതുക്കെ പട്ടിണി കിടന്ന് മരിക്കുകയാണെന്ന് അവൾക്കറിയാമായിരുന്നു. ഇത്രയും ദിവസം ഒന്നും കഴിക്കാതെ പട്ടിണി കിടക്കുമ്പോൾ ഭയങ്കര വേദനയായിരിക്കുമെന്ന് അവൾ എപ്പോഴും വിചാരിച്ചിരുന്നു. പക്ഷെ അവൾക്ക് വേദന തോന്നിയില്ല, വിശപ്പുമില്ല, ഭയാനകമായ ക്ഷീണം മാത്രം. അവൾ വീണ്ടും ഒരു തവളയെ പിടിക്കാൻ ശ്രമിച്ചു. വീണ്ടും പരാജയപ്പെട്ടു. വൈകുന്നേരമായി. സന്ധ്യ മയങ്ങാൻ തുടങ്ങിയിരുന്നു. പെട്ടെന്ന് അവൾ ശബ്ദങ്ങൾ കേട്ടു. മനുഷ്യരുടെ ശബ്ദം. അവൾക്ക് വിശ്വസിക്കാനായില്ല. ഇത്രയും നേരം തനിക്ക് ഓരോന്ന് തോന്നിയതുപോലെ ഇതും ഒരു തോന്നലായിരിക്കുമെന്ന് അവൾ വിചാരിച്ചു. പക്ഷേ അത് സത്യമായിരുന്നു. മനുഷ്യരുടെ ശബ്ദം. അവർ അടുത്തേക്ക് വരുന്നു. അപ്പോൾ 3 പേർ കാട്ടിൽ നിന്ന് പുറത്തുവന്നു. അവളെ കണ്ട് ഞെട്ടി പിന്നോട്ടു മാറി. അവൾ സ്പാനിഷിൽ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ലാൻസ വിമാനാപകടത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്, അവൾ പറഞ്ഞു.
എന്റെ പേര് ജൂലിയൻ. അവർ അടുത്തേക്ക് വന്നു. അത്ഭുതത്തോടെ അവളെ തുറിച്ചു നോക്കി. അന്ന് ജനുവരി 3, 1972. ലാൻസ വിമാനത്തിലെ യാത്രക്കാരുടെ ബന്ധുക്കൾ പ്രതീക്ഷ കൈവിട്ടു തുടങ്ങിയിരുന്നു. അപകടം കഴിഞ്ഞ് 10 ദിവസമായി. ഇനി ആരും ജീവനോടെ ഉണ്ടാകില്ലെന്ന് അവർ ഉറപ്പിച്ചു. തിരച്ചിൽ ഔദ്യോഗികമായി നിർത്തി. പക്ഷേ കുടുംബാംഗങ്ങൾ മാത്രം പിന്മാറിയില്ല. ക്രിസ്മസിന് പുക്കാൽപ്പയിലെത്തിയ പത്രപ്രവർത്തകരും മടങ്ങിത്തുടങ്ങിയിരുന്നു. കഥ കഴിഞ്ഞെന്ന് അവരും കരുതി. അവളുടെ അച്ഛൻ, തന്റെ ഭാര്യയും മകളെയും നഷ്ടപ്പെട്ട ആ മനുഷ്യൻ, പീറ്റർ വർവിച്ച് എന്നൊരു പരിചയക്കാരന്റെ ഫാമിൽ തങ്ങുകയായിരുന്നു. അതേസമയം അവളെ കണ്ടെത്തിയ ആ 3 മരം വെട്ടുകാർ, ബെൽട്രാൻ പരേഡസ്, കാർലോസ് വാസ്ക്വസ്, നെസ്റ്റർ അമാസിഫുൻ, അവളെ ദയോടെ പരിചരിച്ചു. അവർ അവൾക്ക് ഫരിഞ്ഞ കഴിക്കാൻ കൊടുത്തു. വറുത്തുപടിച്ച മരച്ചീനിയും പഞ്ചസാരയും വെള്ളവും ചേർത്ത ഒരു മിശ്രിതം. കാട്ടിൽ പണിയെടുക്കുന്നവരുടെ സാധാരണ ഭക്ഷണമാണത്. പക്ഷെ അവൾക്ക് ഒന്നും ഇറങ്ങിയില്ല. അവർക്ക് കഴിയുന്നതുപോലെ അവരവളുടെ മുറിവുകൾ വൃത്തിയാക്കി കൂടുതൽ പുഴുക്കളെ പുറത്തെടുത്തു. സത്യം പറയാമല്ലോ, ഡോൺ ബെൽട്രാൻ ഒരു പുഴുവിനെ കൂടി പുറത്തെടുക്കുന്നതിനിടയിൽ പറഞ്ഞു. ആദ്യം കണ്ടപ്പോൾ നിങ്ങളൊരു ജലദേവതയാണെന്നാണ് ഞാൻ വിചാരിച്ചത്, യാക്കുമാമ. എന്തുകൊണ്ട്? അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. യാക്കുമാമയെപ്പറ്റി അവൾക്കറിയാമായിരുന്നു. വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ദേവത. ഗർഭിണികൾ അവളെ നോക്കരുതെന്നാണ് വിശ്വാസം. അല്ലെങ്കിൽ ആ ദേവത വന്ന് കുട്ടിയെ കൊണ്ടുപോകും. നിങ്ങളുടെ മുടിയുടെ നിറം കണ്ടിട്ട്, പിന്നെ കണ്ണുകളും. ഇവിടെങ്ങും വെള്ളക്കാരൊന്നും താമസിക്കുന്നില്ലല്ലോ. നിങ്ങൾ സംസാരിച്ചതുകൊണ്ട് ഭാഗ്യം. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ആ നദി തീർത്തും വിജനമായിരുന്നുവെന്ന്. മറ്റുള്ള യാത്രക്കാർക്ക് എന്തുപറ്റി? അവൾ ചോദിച്ചു. അവരെയെല്ലാം രക്ഷിച്ചോ? ആ മനുഷ്യർ ഒന്നും മിണ്ടാതെ അവളെ തുറിച്ചു നോക്കി. അവസാനം ഡോൺ നെസ്റ്റോർ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു, ഇല്ല മോളെ, വിമാനം പോലും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. കാടതിനെ വിഴുങ്ങിയതുപോലെ അപ്രത്യക്ഷമായി. ഞങ്ങളുടെ അറിവിൽ നിങ്ങൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. ഞാൻ മാത്രം? ആ വാക്ക് അവളുടെ നെഞ്ചിൽ തറച്ചു. അതിനർത്ഥം അമ്മയെയും കണ്ടെത്തിയില്ലെന്നാണോ? അവൾ അറിയാതെ ഉറക്കെ ചോദിച്ചുപോയി. ഒരാളെയും. അതുവരെ മിണ്ടാതിരുന്ന ഡോൺ കാർലോസ് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. ഞങ്ങൾ ഇന്നിങ്ങോട്ട് വരാൻ തീരുമാനിച്ചതും മഴ കണ്ടപ്പോൾ വരണ്ടെന്നാ വിചാരിച്ചത്. പക്ഷേ നെസ്റ്റോർ പറഞ്ഞു, വാ, നമുക്കാ കുടിലിലേക്ക് പോകാം. അവിടെയെങ്കിലും തലചായ്ക്കാമല്ലോ എന്ന്. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എത്ര ദിവസമായി നിങ്ങൾ നടക്കുന്നു? അവർ അവൾക്ക് ഒരു ഷർട്ടും പാൻറ്റും കൊടുത്തു. കുറച്ച് ഫരിഞ്ഞ കൂടി കഴിച്ചു. അപ്പോഴേക്കും വയർ നിറഞ്ഞു. അവളുടെ ആമാശയം ചുരുങ്ങിപ്പോയിരുന്നു. പെട്ടെന്ന് ഇരുട്ടിൽ നിന്ന് വേറെ 2 പേർ കൂടി വന്നു. മോശം കാലാവസ്ഥ, അതോ വിധിയോ? അവരെയും ആ രാത്രി ആ കുടിലിലേക്ക് എത്തിച്ചു. അമാഡോ പെരേരയും മാർഷിയോ റിവേറയും. അവളെ കണ്ട് അവരും ഞെട്ടി. ഇതാരാണ്? ഡോൺ മാർസിയോ അത്ഭുതത്തോടെ ചോദിച്ചു. അവൾക്ക് വീണ്ടും കഥ പറയേണ്ടി വന്നു. ആ വലിയ തിരച്ചിൽ ഒരു ഫലവും കണ്ടില്ലെന്ന് അവൾ അവരിൽ നിന്നറിഞ്ഞു. അന്ന് വൈകുന്നേരം അവർ ഒരുപാട് നേരം സംസാരിച്ചു. ഞങ്ങൾ നിങ്ങളെ എവിടെ നിന്ന് കൊണ്ടുപോകാം, ഡോൺ മാർസിയോ പറഞ്ഞു. അയാൾ മറ്റുള്ളവരുമായി ആലോചിച്ചു. അവൾക്ക് കൂടുതൽ ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിരിക്കാമെന്നും അവൾ തങ്ങളുടെ കയ്യിൽ കിടന്ന് മരിച്ചുപോകുമോ എന്നും അവർ ഭയന്നു. പക്ഷെ രാത്രിയിൽ യാത്ര ചെയ്യുന്നത് അപകടമാണെന്ന് അവർ തീരുമാനിച്ചു. അവളെ ആദ്യം കണ്ടെത്തിയ 3 പേർ കാട്ടിൽ തന്നെ തങ്ങാൻ തീരുമാനിച്ചു. ഡോൺ മാർസിയോയും ഡോൺ അമാഡോയും പിറ്റേന്ന് രാവിലെ അവളെ ബോട്ടിൽ ടൂർണാവിസ്തയിലേക്ക് കൊണ്ടുപോകാമെന്നേറ്റു. ആ രാത്രി കുടിലിന്റെ കട്ടിയുള്ള തറയിൽ കിടക്കുന്നത് അസഹനീയമാണെന്നും മണലിൽ കിടക്കുന്നതാണ് ഭേദമെന്നും പറയാൻ അവൾക്ക് ധൈര്യമുണ്ടായില്ല. അവർ 6 പേരും ആ കുടിലിൽ കിടന്നു. അവരുടെ ആകെ ഉണ്ടായിരുന്ന കൊതുകുവല അവർ അവൾക്ക് കൊടുത്തു. പക്ഷേ അവൾക്കുറങ്ങാൻ കഴിഞ്ഞില്ല. മുറിവുകൾ അസഹനീയമായി വേദനിച്ചു. അതിനോടകം അവർ 50ഓളം പുഴുക്കളെ പുറത്തെടുത്തിരുന്നു. പുലർച്ചെ ഇരുട്ടുള്ളപ്പോൾ തന്നെ അവർ പുറപ്പെട്ടു. നടക്കാൻ ശ്രമിച്ച അവളെ അവർ താങ്ങിയെടുത്ത് ബോട്ടിൽ കിടത്തി ഒരു ടാർപ്പുകൊണ്ട് പുതപ്പിച്ചു. അവൾ കണ്ണുകൾ അടച്ചു. വല്ലാത്തൊരു ക്ഷീണം അവളെ പൊതിഞ്ഞു. അവൾ ഇടയ്ക്കിടെ മയങ്ങി. ഉണരുമ്പോൾ നദിക്കരയുടെ ദൃശ്യങ്ങൾ ഒഴുകി നീങ്ങുന്നത് അവൾ കണ്ടു. അവൾ ആ മനുഷ്യരോട് സംസാരിച്ചു. ആ നദിയുടെ പേര് റിയോ ഷെബോന്യ എന്നാണെന്നും അത് തീർത്തും വിജനമാണെന്നും അവൾ മനസ്സിലാക്കി. താമസിയാതെ അവളുടെ രക്ഷപ്പെടലിന്റെ കഥ ലോകം മുഴുവൻ അറിഞ്ഞു. അവിശ്വസനീയമായ കഥകളായി. അവൾ മരച്ചില്ലകൾ കൊണ്ട് ഒരു ചങ്ങാടമുണ്ടാക്കി അതിലൂടെ ഒഴുകിപ്പോയെന്നും ഇന്ത്യക്കാർ അവളെ രക്ഷിച്ചുവെന്നും ബോധം വന്നപ്പോൾ അവിടെ നിറയെ മരിച്ചവരുണ്ട് എന്നു മാത്രം പറഞ്ഞ് അവൾ വീണ്ടും ബോധം കെട്ടുവെന്നും കഥകൾ പരന്നു. ആ കഥകൾ
ഇന്നും ഇന്റർനെറ്റിൽ വായിക്കാം. പക്ഷേ അതൊന്നും സത്യമായിരുന്നില്ല. യാത്ര നീണ്ടുപോയി. ഒരുപാട് സമയമെടുത്തു അവർക്ക് ഷെബോന്യ നദി പച്ചിറ്റിയ നദിയിലേക്ക് ചേതു നടത്തെത്താൻ. ആ നദിക്കരയിലാണ് ടൂർണാവിസ്ത എന്ന ഗ്രാമം. തനിക്ക് തനിച്ച് ഒരിക്കലും ഇത്ര ദൂരം എത്താൻ കഴിയില്ലായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. ഉച്ചയോടെ അവർ ഭക്ഷണം കഴിക്കാൻ ഒരിടത്ത് നിർത്തി. ഒരു പുൽമേടിന്റെ നടുവിലുള്ളൊരു വീട്ടിലേക്ക് അവർ നടന്നു. അവൾ അടുത്തേക്ക് ചെല്ലുന്നത് കണ്ട് കുറച്ചു കുട്ടികൾ ഭയന്ന് നിലവിളിച്ചോടി. ഒരു സ്ത്രീ ഭയത്തോടെ മുഖം പൊത്തി. ആ കണ്ണുകൾ, എനിക്കത് കാണാൻ വയ്യ. ദൈവമേ, എന്തൊരു ഭീകരമായ കണ്ണുകൾ! അവർക്കെന്തുപറ്റി? അവൾ കൂടെയുള്ളവരോട് ചോദിച്ചു. എന്റെ കണ്ണുകൾക്ക് എന്തുപറ്റി? അപ്പോഴാണ് അവർ പറഞ്ഞത്, അവളുടെ കണ്ണുകൾ മുഴുവൻ ചുവന്നിരിക്കുകയാണെന്ന്. രക്തക്കുഴലുകളെല്ലാം പൊട്ടി വെളുപ്പ് കാണാനേരില്ല. എല്ലാം രക്തം. കണ്ണിന്റെ കൃഷ്ണമണി പോലും ചുവന്നിരിക്കുന്നു. പിന്നീട് കണ്ണാടിയിൽ നോക്കിയപ്പോൾ ആ സ്ത്രീയുടെ ഭയം അവൾക്ക് മനസ്സിലായി. കണ്ണുകൾക്ക് പകരം രക്തം നിറഞ്ഞ കുഴികൾ പോലെയാണ് അത് കാണുന്നത്. താനൊരു കാട്ടുയക്ഷിയാണെന്ന് അവർ വിചാരിച്ചതിൽ അത്ഭുതമില്ല. എങ്കിലും അവരവൾക്ക് ഒരു പാത്രം സൂപ്പ് കൊടുത്തു. പക്ഷേ അവൾക്ക് ഒന്നും കഴിക്കാൻ കഴിഞ്ഞില്ല. ഉച്ചകഴിഞ്ഞ് 4 മണിയോടെ അവർ ടൂർണാവിസ്തയിലെത്തി. അവളുടെ വരവ് അവിടെ വലിയൊരു കൂളിളക്കമുണ്ടാക്കി. ഉടൻ തന്നെ ഒരു സ്ട്രെച്ചർ കൊണ്ടുവന്നു. പക്ഷേ അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. തനിക്ക് നടക്കാൻ കഴിയുമല്ലോ. അവിടെ വന്ന നഴ്സിനെ അവൾക്ക് മുൻപരിചയമുണ്ടായിരുന്നു. അമാൻഡ ഡെൽപിനോ. പങ്ക്വാനയിലേക്ക് വരുന്നതിന് മുൻപ് അവരാണ് അവൾക്ക് ടെറ്റനസ് ഇഞ്ചക്ഷൻ കൊടുത്തത്. അവർ പെൻസിലിൻ കുത്തിവെക്കാൻ പോയപ്പോൾ അവൾ സമ്മതിച്ചില്ല. അച്ഛന് ആ മരുന്ന് അലർജിയാണ്. തനിക്കുമത് പാരമ്പര്യമായി കിട്ടിയിരിക്കാം. സിസ്റ്റർ അമാൻഡ വേറെ മരുന്ന് കുത്തിവെച്ചു. ടൂർണാവിസ്തയിൽ എല്ലാവരും അവളെ അതീവ ശ്രദ്ധയോടെയാണ് പരിചരിച്ചത്. ആരോ എടുത്ത ഒരു ഫോട്ടോ പിന്നീട് ലൈഫ് മാഗസിനിൽ വന്നു. അതിൽ അവൾ ഒരു വരാന്തയിൽ നിൽക്കുകയാണ്. തോളത്തൊരു ബാത്റൂം ഇട്ടിരിക്കുന്നു. നഴ്സ് അവളെ ഉത്കണ്ഠയോട് പിടിച്ചിരിക്കുന്നു. അവർ അധികം ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. എങ്കിലും പിറ്റേ ദിവസം പത്രത്തിൽ അവൾ പറയാത്ത ഒരു ഇന്റർവ്യൂ പ്രത്യക്ഷപ്പെട്ടു. മുറിവുകളെല്ലാം വൃത്തിയാക്കി മരുന്ന് കുത്തിവെച്ച ശേഷം ജെറി കോബ് എന്നൊരു അമേരിക്കൻ വനിതാ പൈലറ്റ് അവിടെ എത്തി. ഇന്ത്യക്കാരുടെ ഭാഷ പഠിച്ച് ബൈബിൾ പരിഭാഷപ്പെടുത്തുന്ന മിഷണറിമാർ താമസിക്കുന്ന യെരിന കോച്ചയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടോ ലിംഗ്വിസ്റ്റിക്കോയിലേക്ക് അവളെ കൊണ്ടുപോകാമെന്നവർ പറഞ്ഞു. അവിടെ ഡോക്ടർമാരുണ്ട്, നല്ല ചികിത്സ കിട്ടും, വിശ്രമിക്കാം. വീണ്ടും ഒരു വിമാനത്തിൽ കയറുന്നത് ആലോചിക്കാൻ പോലും അവൾക്ക് ഭയമായിരുന്നു. പക്ഷേ എതിർക്കാൻ മാത്രം ശക്തി അവൾക്കില്ലായിരുന്നു. അവർ പറയുന്നത് ശരിയാണെന്ന് അവൾക്ക് തോന്നി. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് അവൾ ഇരട്ട എഞ്ചിനുള്ള ഒരു ഐലൻഡർ വിമാനത്തിലായിരുന്നു. ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരിയാകാൻ പരിശീലനം നേടിയ ആളാണ് താനെന്നും തന്റെ കൂടെ ഒരു മാലാഖയുടെ ചിറകിലെന്ന പോലെ സുരക്ഷിതമായി പറക്കാമെന്നും ജെറി കോബ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതൊന്നും അവളുടെ ഭയം മാറ്റിയില്ല. സുരക്ഷിതത്വത്തിനു വേണ്ടി അവളെ കിടത്തിയാണ് കൊണ്ടുപോയത്. ആ 20 മിനിറ്റ് യാത്ര ഒരു നരകയാതനയായിരുന്നു. ഓരോ തവണ വിമാനം ചെരിയുമ്പോഴും അവളുടെ നെഞ്ചു പിടച്ചു. യെരിന കോച്ചയിലെ ലിംഗ്വിസ്റ്റുകൾ അവളെ സ്നേഹത്തോടെ സ്വീകരിച്ചു. ഡോക്ടർ ഫ്രാങ്ക് ലിൻഹോമിന്റെ കുടുംബം അവളെ ഏറ്റെടുത്തു. ഉടൻ തന്നെ ചികിത്സയും തുടങ്ങി. ഡോക്ടർ അവളുടെ കയ്യിൽ നിന്നും കാലിൽ നിന്നും കൂടുതൽ പുഴുക്കളെ പുറത്തെടുത്തു. കൈയിലെ മുറിവ് നല്ല ആഴത്തിലുണ്ടായിരുന്നു. എത്രത്തോളമുണ്ടെന്ന് ആർക്കും ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ട് വേദന കൊണ്ട് അലറാതിരിക്കാൻ പല്ലിറുമ്മി പിടിക്കേണ്ടി വന്ന ആ ചികിത്സയുടെ ആദ്യഘട്ടം തുടങ്ങി. ഡോക്ടർ ലിൻഹോം അയഡിൻ പുരട്ടിയ ഒരു തുണിക്കഷ്ണം ആഴത്തിലുള്ള മുറിവിലേക്ക് തിരികെ കയറ്റി. അടുത്ത ദിവസം അത് പുറത്തെടുത്ത് പുതിയൊന്നു വയ്ക്കും. ഉള്ളിൽ നിന്ന് മുറിവുണങ്ങാൻ അതായിരുന്നു ഒരേയൊരു വഴി. പിന്നെ അവളുടെ കാൽപാദത്തിൽ തറച്ചു കയറിയിരുന്ന അവൾ അറിഞ്ഞിരുന്നതേയില്ലാത്ത ഒരു മരക്കഷ്ണം അദ്ദേഹം പുറത്തെടുത്തു. ശരീരം മുഴുവൻ പ്രാണികൾ കടിച്ച പാടുകളുണ്ടായിരുന്നു. അവയെല്ലാം പഴുത്തു വീർത്തിരുന്നു. അതിനും ചികിത്സിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവൾക്ക് എന്തു കഴിക്കാനാണ് ഇഷ്ടമെന്ന് അവർ ചോദിച്ചു. ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവൾ പറഞ്ഞു, ഒരു ചിക്കൻ സാൻഡ്വിച്ച്. അപ്പോൾ തന്നെ അവരൊരെണ്ണം ഉണ്ടാക്കിക്കൊടുത്തു. അവൾ അത് വലിയ ആവേശത്തോടെ കഴിച്ചു. ഞാൻ രക്ഷപ്പെട്ടു. ആ ഉറച്ച വിശ്വാസത്തോടെ അവൾ ഗാഠനിദ്രയിലാണ്ടു. ആ രാത്രി അവൾ ഡോക്ടർ ലിൻഹോമിന്റെ വീട്ടിൽ സുഖമായി ഉറങ്ങുമ്പോൾ പുക്കാൽപ്പയിൽ ഒരു ഭൂകമ്പം തന്നെ നടന്നു. അവളുടെ അത്ഭുതകരമായ രക്ഷപ്പെടലിന്റെ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ടൂർണാവിസ്തയിൽ വെച്ച് ഒരു അമച്വർ റേഡിയോ ഓപ്പറേറ്റർ ആ വാർത്ത പുറത്തുവിട്ടിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മരണവാർത്ത ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയായിരുന്ന മറ്റു യാത്രക്കാരുടെ കുടുംബങ്ങൾക്കിടയിൽ അതൊരു ഭ്രാന്തമായ ആഹ്ലാദം സൃഷ്ടിച്ചു. മറ്റുള്ളവരും രക്ഷപ്പെട്ടിരിക്കാമെന്ന പ്രതീക്ഷ അവരിൽ വീണ്ടും ആളിക്കത്തി. അന്ന് വൈകുന്നേരം പുക്കാൽപ്പയിലെ തെരുവുകളിൽ ആളുകൾ ഒഴുകിയെത്തി. ആദ്യം അവർക്ക് വാർത്ത വിശ്വസിക്കാനായില്ല.
അന്നേ ദിവസം രാത്രി തിരച്ചിലിന് നേതൃത്വം നൽകുന്ന പെറുവിലെ വ്യോമസേനയുടെ കമാൻഡെ മാനുവൽ ഡെൽ കാർപ്പിയോ ഒരു പത്രസമ്മേളനം വിളിച്ചു. അദ്ദേഹം അവളുടെ രക്ഷപ്പെടൽ സ്ഥിരീകരിച്ചു. പക്ഷെ അവൾ ആഘാതത്തിലാണെന്നും വിശ്രമം ആവശ്യമാണെന്നും പറഞ്ഞ് ആരെയും കാണാൻ അനുവദിച്ചില്ല. അവൾക്ക് നിസ്സാരമായ പരിക്കുകളെ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞത് മറ്റു കുടുംബങ്ങളുടെ പ്രതീക്ഷ വർദ്ധിപ്പിച്ചു. ജൂലിയന് സാരമായി പരിക്കില്ലെങ്കിൽ മറ്റുള്ളവരും രക്ഷപ്പെടാൻ സാധ്യതയില്ലേ? അതോടൊപ്പം മറ്റൊരു വിലപ്പെട്ട വിവരം കൂടി പുറത്തുവന്നു. ഷെബോന്യ നദിയിലൂടെയുള്ള യാത്രയിൽ അവൾ പിന്തുടർന്ന തോട് നദിയിലേക്ക് ചേരുന്ന സ്ഥലം ഡോൺ മാർസിയോയ്ക്കും ഡോൺ അമാഡോയ്ക്കും അവൾ വിവരിച്ചു കൊടുത്തിരുന്നു. ആ ഭീമാകാരമായ കാനാബ്രാവ ചെടികൾ വളരുന്ന ഒരേയൊരു സ്ഥലമേ അവിടെ ഉള്ളൂ എന്നവർക്കറിയാമായിരുന്നു. ഖെബ്രാറായ തിരണ്ടിത്തോട്. അവൾ അവളുടെ അച്ഛനുമായി കണ്ടുമുട്ടുന്നതും അമ്മയുടെ മൃതദേഹം വീണ്ടെടുക്കാൻ വേണ്ടി വീണ്ടും ഭയാനകമായ ആ ആമസോൺ കാട്ടിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്നതും നമുക്ക് അടുത്ത ഭാഗത്ത് കേൾക്കാം. നിങ്ങൾ കാത്തിരിക്കുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലേ കാണാൻ ഒക്കൂ കേട്ടോ. അല്ല, ഞാൻ യൂട്യൂബിലെ അനേകായിരം ചാനലുകളിൽ ഒന്നായി ഞങ്ങളുടെ ചാനലും കാണാതായേക്കാം.